അസ്സലാമലൈക്കും. ഉസ്താദ്, അമ്രദിനെ തൊട്ടാല് ഉളു എടുക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ. അപ്പൊ ഈ അമ്രത് എന്ന് പറയുമ്പോ അതിന് ഇത്ര പ്രായപരിധി ഇത്ര, അല്ലെങ്കിൽ 12 വയസ്സ് 13 വയസ്സ് എന്നുണ്ടോ? ചിലവരൊരു ഒരു 20-25 വയസ്സാരും മീശയും താടിയൊന്നും വരാതെ നല്ല ഭംഗിയുള്ള അമ്രദീങ്ങൾ ഉണ്ടാവും. അവരെ തൊട്ടാലും മുറിയോ എന്നാണ്. ചിലത് പ്രായപരിധി പ്രത്യേകിച്ച് ഉണ്ടോ എന്നുള്ളതാണ് സംശയം. അസ്സലാമു അലൈക്കും. സുന്നത്താന്നാ പറഞ്ഞത്, പ്രായപരിധി ഇല്ല. മുസ്തഹ ആണോ എന്നാണ്. അതാണ് പ്രായപരിധി ഇല്ല. ചില കുട്ടികൾക്ക് 7-8 വയസ്സാകുമ്പോൾ തന്നെ കണ്ടാൽ സെൽവത്ത് തോന്നാവുന്ന അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ചിലർക്ക് 10-20 വയസ്സായാലും ആ അവസ്ഥ പോവില്ല. അപ്പൊ അതാണ് ഇതിന്റെ കണക്ക്. അതായത് കണ്ടാൽ സെൽവത്ത് തോന്നുന്ന അവസ്ഥയിലുള്ള അമ്രതാണെങ്കിൽ വയസ്സ് കുറഞ്ഞാലും കൂടിയാലും തൊട്ടാൽ ഉദു മുറിയില്ല. പക്ഷേ ഉദു എടുക്കൽ സുന്നത്താണ്. ഓക്കെ, ശൈവത്തോടു കൂടി നോക്കൽ ഹറാമാണ്. തന്നെയല്ല, നബി മാമുഴക്കമതാക്കിയതനുസരിച്ച് കാണാൻ സൗന്ദര്യമുള്ളവരാണെങ്കിൽ ശൈവത്തില്ലാതെ നോക്കലും കൂടി ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ കുറച്ച് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. എന്നാൽ പല ഇമാമിങ്ങളും പറഞ്ഞ ശൈവത്തോടു കൂടിയാണെങ്കിലേ ഹറാമ് വരുള്ളൂ എന്ന്. എന്നാലും ഉദു മുറിയില്ലട്ടോ. അമ്പലത്തിൽ തൊട്ടാൽ ഉദൂറിയില്ല. കാരണം പുരുഷനും തമ്മിൽ തൊട്ടാൽ ഉദൂറിയില്ല, സ്ത്രീയും തമ്മിൽ തൊട്ടാലും ഉദൂറിയില്ല. അന്യ സ്ത്രീ പുരുഷന്മാര് തൊട്ടാൽ ഒന്നു മുറിയുമെന്ന് പറഞ്ഞതോടത്ത് അപ്പൊ നമ്മൾ ഈ ഹജ്ജിനൊക്കെ പോകുമ്പോ എന്തായാലും കൂടിക്കലർന്നിട്ടാണല്ലോ തവാഫൊക്കെ ചെയ്യാം. തവാഫ് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ഉളവെടുക്കൽ നിർബന്ധവുമാണ്. അപ്പോ എന്തായാലും അപ്പൊ ഒരു തൊടല് വരൂല. അപ്പൊ നമ്മള് എന്താണ് ചെയ്യാ എന്നുള്ളതാണ് സംശയം. ഹജ്ജിന് പോകുമ്പോ ധാരാളം അന്യ സ്ത്രീ പുരുഷന്മാരുണ്ടാവും. അപ്പൊ എന്തായാലും തിരക്കൊക്കെ വരുമ്പോ ഹജ്ജ് ഉംറ വേളകളില് പരസ്പരം തൊടാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അതിന് വല്ല മാർഗവും ഉണ്ടോ? അസ്സലാമു അലൈക്കും. ചോദ്യത്തിന് തുടക്കം കേട്ടപ്പോ എനിക്ക് വേദാറായിന്. അല്ല, ചോദ്യത്തിന് തുടക്കത്ത് പറയണതേ ഹജ്ജിന് പോയ അന്യപുരുഷം നമ്മള് ഒക്കെ ഹജ്ജിന് പോകുമ്പോ അന്യ സ്ത്രീകളെ തൊടുമല്ലോ. അങ്ങനെ ഇല്ല. പണ്ട് നമ്മളെ പത്തപിരിയൊക്കെ പറയും പോലെ നമ്മളെ തൊള്ളങ്ങനെ വല്ലാതെ മണക്കണ എന്താണ് എന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോ ഞമ്മളേന്ന് പറയണ്ട, എന്റേന്ന് പറഞ്ഞോ എന്ന് ഡോക്ടർ പറഞ്ഞ പോലെ ഞമ്മളേന്ന് അറിയണ്ട. ഞാൻ ഇപ്പൊ 10-22 കൊല്ലായി ഈ ചുറ്റുവട്ടത്ത് തന്നെ താമസിക്കുന്നു. അതിൽ ഹജ്ജിന് പോയ സമയത്ത് ഒരിക്കലെങ്കിലും കുറച്ചൊന്ന് ശ്രദ്ധിച്ച് സൂക്ഷിക്കണം എന്നല്ലാതെ ഒരിക്കലെങ്കിലും അന്യ പെണ്ണിനെ തൊട്ട് ഉദു മുറിയേണ്ട ഒരു സാഹചര്യം ഹജ്ജിന്റെ തവാഫിൽ വന്നിട്ടില്ല. ഇനിയും അല്ലാഹുവിനെ കാക്കട്ടെ. അങ്ങനെ വരാൻ ചില സാധ്യതയൊക്കെ ഉണ്ടെന്ന് സൂക്ഷിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഹജ്ജിന്റെ തവാഫ് എന്ന് പറയുന്ന ഹബീബ് ആദ്യം തല്ലുകായതിനു ശേഷമല്ലേ തവാഫ് ചെയ്യല്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ബദാറ് പറയണോ അതോ ഹജ്ജിൽ വന്നിട്ട് പറയണോ? ഹജ്ജിന്റെ തവാഫ് എന്ന് പറയുന്നത് മിനയിൽ കല്ലെറിഞ്ഞ് മുടിയെടുത്തതിന് ശേഷമല്ലേ ഹജ്ജിന്റെ ഫർളായ തവാഫ് വരുന്നത്. അപ്പൊ തല്ലുലായില്ലേ? നിങ്ങൾ നല്ലോണം ഫുൾ കൈയുള്ള ഷർട്ട് ഇട്ടാളി, എന്നിട്ട് വേണമെങ്കിൽ കാലുമൽ സോക്സ് ഇട്ടോളി, നിങ്ങൾ തവാഫ് ചെയ്താൽ പോരെ? എന്താണ് മനസ്സിലായില്ലേ? അതൊക്കെ ഒരു അനുമാനാണ്, കൊട്ടക്കണക്ക്. നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹുവിന്റെ അടുക്കൽ കബൂലാകണം എന്ന ഉദ്ദേശമുണ്ടോ എങ്കിൽ സൂക്ഷ്മതയോട് കൂടി ചെയ്യുക. അത്ര സൂക്ഷ്മതയോട് കൂടി ചെയ്താലും അപൂർവം ചില സന്ദർഭങ്ങളിൽ അന്യ സ്ത്രീകളെ തൊട്ടെന്ന് വരും. അപ്പോ തൊട്ടോന്റെ മുറിയും എന്ന നിലക്ക് അങ്ങോട്ട് തൊടാതിരിക്കാൻ പരമാവധി സൂക്ഷിക്കുക. തൊടപ്പെട്ടവന്റെ മുറിയില്ല എന്ന രണ്ടാം കൗലെടുത്താൽ പരമാവധി ആ രോഗം മാറ്റിയെടുക്കാൻ കഴിയും. പിന്നെ നമ്മളങ്ങോട്ട് ആകങ്ങോട്ട് ഒരു കള്ളുടിച്ച് പോലെ ഇറങ്ങുമ്പോൾ ഒരു നെലിയും അവസ്ഥ നോക്കാതെ 4 ഭാഗവും പരിസരവും ചിന്തിക്കാതെ ഒരു ഹലക്ക സമാവാത്തി കാട്ടി കൂട്ടുകയാണെങ്കിൽ പിന്നെ അതിന് മസല അറിഞ്ഞു തരാൻ കഴിയൂല. ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ചാൽ ഹജ്ജിന്റെ സമയത്ത് തവാഫ് ചെയ്യുമ്പോൾ ഉദു മുറിയാതെ അന്യ പെണ്ണിനെ തൊടാതെ തന്നെ തവാഫ് ചെയ്യാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. വളരെ അപൂർവ സാധ്യത മാത്രമേ അന്യ പെണ്ണ്. പിന്നെയും കുറച്ച് പേടിക്കേണ്ടത് റമളാനിലാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മക്കം പരിചയമില്ല എന്ന് എനിക്ക് സംശയമുണ്ട്.
പിന്നെയും കുറച്ച് സാധ്യത ഉള്ളത്. കാരണം എന്താ, റമദാനിൽ ഈ അറബി കൺട്രിയിൽ നിന്ന് കുടുംബസമേതം ഒന്നായിട്ട് വരും. 10ഉം 15ഉം പെണ്ണുങ്ങളുള്ള കുടുംബത്തിൽ ഒരു ആണ്, ഒരു കുടുംബത്തിന് ഉത്തരവാദിത്വം നോക്കാൻ ഒരു ആണ് മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ പെണ്ണുങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ മത്താഫിലൊക്കെ ഒരു 100 ആളുള്ള കൂട്ടത്തിൽ 75ഉം പെണ്ണായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഈ 25 ആണുങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ സൗദികളാണെങ്കിൽ പേടിക്കാനില്ല. സൗദികൾ എപ്പോഴും കൈക്കും കാലിനും മുറട്ട് കൊണ്ടേ തവാഫ് ചെയ്യുള്ളൂ. അല്ലാത്ത ചില അറബി കൺട്രികളിൽ നിന്നിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന പെണ്ണുങ്ങൾ അതൊന്നും സൂക്ഷിക്കൂല. അതുപോലെ തന്നെ ഇന്ത്യ, പാകിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പെണ്ണുങ്ങളും അവിടെ തവാഫിന് കുറച്ച് പ്രയാസമുണ്ട്, അവിടെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യേണ്ടി വരും എന്ന് മാത്രം. അങ്ങനെ വരുമ്പോ തൊട്ടവന്റെ മുറിയിൽ ഉള്ളൂ, തൊടപ്പെട്ടവന്റെ മുറിയിലാന്നുള്ള രണ്ടാമതൊരിടത്തും അമൽ ചെയ്യാം. ഏതായാലും സൂക്ഷ്മത മുഹത്തമതനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക, സൂക്ഷ്മതയോടുകൂടി ചെയ്യുക. സംഗതി വശാൽ ഉളു മുറിഞ്ഞാൽ അവിടെ നിർത്തിവെച്ച് പോയി ഉളു എടുത്ത് ബാക്കി ചെയ്യുക. അതാണ് നമ്മൾ ചെയ്ത ഇബാദത്ത് സഹിയായി എന്ന മനസ്സമാധാനത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊക്കെ കുറുക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇവിടെ 1-2 ചോദ്യമുണ്ട് ഉസ്താദെ. ഒരാള് അയാളുടെ ജ്യേഷ്ഠന്റെ അല്ലെ അനുജന്റെ ആൺമക്കളുടെ ഭാര്യമാരെ തൊട്ടാൽ വുളു മുറിയോന്നാണ് ഒരു ചോദ്യം. പിന്നെ വേറൊരു രണ്ടാമത്തെ ഒരു കുസൃതി ചോദ്യമാണ്. ഒരാൾ വുളു മുറിഞ്ഞ് ഉറങ്ങുന്ന സന്ദർഭത്തിൽ വുളു മുറിഞ്ഞു എന്നുള്ള വിവരം ഓഡിയോ വീഡിയോ സഹിതം കാണിച്ചു കൊടുത്താൽ അത് സ്വീകരിക്കാൻ പറ്റുമെന്നാണ്, ഖബർ വാഹിദിന്റെ സ്ഥാനത്ത് വരുമോ എന്നുള്ളതാണ് വേറെ ചോദ്യം ഉള്ളത്. അസ്സലാമു അലൈക്കും. അയാൾക്കിടില്ല. 2 മസലയാണ് ചെറുപ്പുസ്താദിൽ ആർക്കോ ചോദ്യകർത്താക്കൾക്ക് വേണ്ടി ചോദിച്ചത്. ഒന്ന് നല്ലൊരു മസലെ, നമ്മളെ മലപ്പുറത്തുകാർ പ്രത്യേകം പഠിച്ചിരിക്കേണ്ട മസലെ. അതായത് ഒരു വീട്ടിൽ തന്നെ ജ്യേഷ്ഠന്റെ ഭാര്യ ഉണ്ടാവും, അനുജന്റെ ഭാര്യ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജൻ തൊട്ടു, അല്ലെങ്കിൽ അനുജന്റെ ഭാര്യയെ ജ്യേഷ്ഠൻ തൊട്ടു, അല്ലെങ്കിൽ അവരിങ്ങോട്ട് തൊട്ടു, എന്നാൽ വുളു മുറിയല്ല, പൊടിയാവും. മനസ്സിലായില്ലേ? മറ്റേതൊക്കെ മെല്ലെ മുറിയുണ്ടാവുള്ളൂ. ഇത് ഏട്ടന്റെ ഭാര്യയെയോ അനുജന്റെ ഭാര്യയെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ജ്യേഷ്ഠനെയോ അനുജനെയോ ഒക്കെ തൊട്ടാല് വുളു മുറിഞ്ഞ് പൊടിയായി പോയിട്ടുണ്ടാവും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറഅയ്തൽ ഹംവാ എന്ന് ചോദിച്ചു. ഹബീബായ നബിയെ, ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കളെ കാണുന്നതിന്റെയും തൊടുന്നതിന്റെയും ഒക്കെ ഹുക്കം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി അൽ ഹംവാ അൽ മൗത്ത്. അൽ ഹംവാ അൽ മൗത്ത്. ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കൾ വളരെ അപകടകാരികളാണ്, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. മരണാണ് എന്നല്ല, വളരെ അപകട സാധ്യതയുണ്ട്. കാണാനും തൊടാനും തീരെ പാടില്ല. അന്യരാണെങ്കിൽ അന്യർ എന്നുള്ളൊരു ധാരണ ഉണ്ട്, വേറെ വേറെ താമസിക്കുന്നവരായിരിക്കും. ഇത് ഭർത്താവിന്റെ ബന്ധുക്കൾ അഥവാ ഏട്ടന്റെ അനുജന്റെ ഒക്കെ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ അന്യരാണെന്ന് മാത്രമല്ല, ഒരു വീട്ടിൽ അവർ താമസിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇടപഴകാനും ഇടകലരാനും ഒക്കെ വളരെ സാധ്യതയുള്ളത് കൊണ്ട് വളരെ അപകട സാധ്യതയുണ്ട്. ഗൗരവമായി സൂക്ഷിക്കണം. അപ്പൊ മറ്റുള്ളവരെ തൊട്ടാൽ വുളു മുറിയില്ലെങ്കിലും ഇത് മുറിയും. ഇത് മറ്റുള്ളവരെ തൊട്ടാലും മുറിയും. പോലെ തൊട്ടാൽ മുറിഞ്ഞ് പൊടിയാവും. അപ്പൊ അതുകൊണ്ട് തൊടാൻ പോകണ്ട, തൊടാനും പോകണ്ട, കാണാനും പോകണ്ട. മൂത്തച്ഛനെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും മൂത്തച്ഛൻ, ആശുപത്രിയിൽ കൊണ്ടുപോകാനും ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാനും ഇളച്ചൻ, പെരയെ കൊണ്ടേക്കാനും പെരയെന്ന് കൊണ്ടുവരാനും മൂത്തച്ഛൻ. നല്ല കണക്കായി. എന്നാലും പണ്ടേ പാഞ്ചാലി അറിയല്ലോ, ഞാൻ പൈക്കാതെ കിടക്കണില്ല, അങ്ങനെ പറ്റും. 5 ആൾക്കും കൂടി ഒരു പെണ്ണിനെ കിട്ടിയതാണ്. 2ാം മൂലത്തിൽ വേണ്ട കച്ചറ ഉണ്ടാക്കി എന്നൊക്കെയാണ് MT പറയുന്നത്. ഏതായാലും ആട്ടെ, അന്നതുപോലെ 5 ആൾക്കും കൂടി 1 മതിയെങ്കിൽ പറ്റും. അല്ല ഏട്ടനും അഞ്ചനും വേറെ വേറെ പെണ്ണുമാണോ എന്നാ അന്യ പെണ്ണുങ്ങളാണ്. മനസ്സിലായില്ലേ? കാണാൻ പാടില്ല എന്നതുപോലെ തൊട്ടാവുന്നൂടിയും ചെയ്യും. പിന്നെ 2ാമത്തെ കേസ്, അതൊരിക്കലും സ്വീകാര്യമല്ല. ശറയിൽ വിശ്വസ്തനായ ഒരാളുടെ വാക്കുകൊണ്ട് ഒന്ന് കിട്ടും, എന്നാൽ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് കൊണ്ട് ഒരിക്കലും ഒന്ന് പോലും കിട്ടുകയില്ല. കാരണം
അതിൽ ചേർക്കലും ചോർക്കലും യഥേഷ്ടം നടക്കും. മനസ്സിലായില്ലേ? ആൾമാറാട്ടത്തിനും ചേർക്കലിനും ചോർക്കലിനും ധാരാളം സാധ്യതയുള്ളത് കൊണ്ട് അത് അതിലല്ല, ഓഡിയോ വീഡിയോ അതിലല്ല, അതുകൊണ്ട് അത് സ്വീകാര്യമല്ല. ഓക്കെ. അത് സ്വീകാര്യമല്ല. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എന്റെ ചോദ്യം, ഒരു ആൾക്ക് കുറെ നിസ്കാരം കളാറുണ്ട്, കുറെ ദിവസത്തെ, ഏകദേശം നല്ല ഒരു വർഷത്തെ പോലെ നിസ്കാരം കളാറുണ്ട്. അപ്പൊ അതങ്ങനെ നിസ്കരിക്കുമ്പോ ഇശാഹ് മുഴുവൻ നിസ്കരിക്കാം, പിന്നെ അത് തീർന്നിട്ട് മറ്റേ മഗ്‌രിബ് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ? അതോ ഓരോ ദിവസത്തെ വേറെ നിസ്കരിക്കണോ? ഓരോ ദിവസത്തെ മാത്രം ആവില്ല, ഏകദേശം കണക്കൂട്ടിയിട്ടുള്ളതാണ് ചോദിച്ചിരുന്നത്. എന്നോട് ഒരാൾ ചോദിച്ചതാണ്. അപ്പോ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ, അതോ ക്രമപ്രകാരമേ പറ്റുള്ളൂ എന്നുള്ള ചോദ്യമാണ് ഉസ്താദ്. ദേവസ്വത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്രമപ്രകാരം നിസ്കരിക്കുകയാണ് വേണ്ടത്. കാരണം ശറഅ് അനുവദിക്കുന്ന കാരണം കൂടാതെ കുറെ അധികം നിസ്കാരത്തെ നഷ്ടപ്പെടുത്തിയാൽ അത് ആ ക്രമപ്രകാരം തന്നെ നിസ്കരിച്ച് വീട്ടുകയാണ് വേണ്ടത്. അല്ലാതെ വീട്ടിയാലും നിസ്കാരം കള വീടും, പക്ഷേ തർത്തീബ് പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി മറിച്ചായാലും കളാ വീടുകയൊക്കെ ചെയ്യും, പക്ഷേ വേണ്ടതിന്റെ രീതിയല്ല, വേണ്ട രീതിയിലായില്ല എന്ന് വരും മാത്രം. അല്ല സുഹൃത്തെ, നിങ്ങള് ശബ്ദമൊന്നും കേട്ടിട്ടില്ല, മൈക്കൊന്നും ശരിയാക്കി വരാം. നിങ്ങൾ സംസാരിക്കുന്നൊന്നും കേൾക്കുന്നില്ല. ആരെങ്കിലും കേട്ടോ? ആരും കേട്ടിട്ടുണ്ടാവുന്ന തോന്നുന്നു, ഒന്നും കേട്ടിട്ടില്ല. സാറ് വേറൊരു ചോദ്യം അതേമാതിരി തന്നെ, മൈക്ക് കയ്യിലായതുകൊണ്ട് ചോദിക്കുകയാണ്. അമ്മോശാങ്കന്റെ ജ്യേഷ്ഠന്മാര് അല്ലെ അനിയന്മാര് ഇവരൊക്കെ തൊട്ടാൽ, അതായത് ഒരു പെൺകുട്ടിയുടെ അമ്മോശന്റെ പിന്നെ ജ്യേഷ്ഠനോ അഞ്ചനോ ഒക്കെ തൊട്ടാൽ മുറിയോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മോശനെ തൊട്ടാൽ മുറിയില്ല. ഭർത്താവിന്റെ വാപ്പ, ആ വാപ്പന്റെ വാപ്പ, ഭർത്താവിന്റെ ഉമ്മാന്റെ വാപ്പ എന്നീ വാപ്പമാരെ തൊട്ടാൽ മുറിയില്ല. എന്നാൽ ഭർത്താവിന്റെ പിതാവാവുന്ന അമ്മോശൻ കാക്കാന്റെ ജ്യേഷ്ഠാനുജന്മാരെ തൊട്ടാൽ വുദു മുറിയും. അവര് മഹറമല്ല, അന്യപുരുഷന്മാരാവുന്നു. ശരി, ആ വാപ്പാന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ആ വിളിച്ചുകൊണ്ട് കാര്യമില്ല. അതുപോലെ പല എളാപ്പാരും വേറെ ഉണ്ടല്ലോ. ഉമ്മാന്റെ അഞ്ചത്തിനെ കെട്ടിയവനും എളാപ്പാന്ന് തന്നെയല്ലേ വിളിച്ച. അത് വലിയ എളാപ്പാന്ന് പറഞ്ഞാൽ മുമ്പ് തൊടാൻ പോകാൻ പറ്റും. അതിൽ നിന്ന് വാപ്പാന്റെ അഞ്ചനെ എളാപ്പാന്ന് വിളിച്ചോളി തൊട്ടാന്ന് അറിയില്ല. വാപ്പാന്റെ ജ്യേഷ്ഠനെ മൂത്താപ്പാന്ന് വിളിച്ചോളി തൊട്ടാന്ന് അറിയില്ല. അതേ സമയത്ത് ഉമ്മാന്റെ അഞ്ചത്തിനെയും ഏട്ടത്തിനെയും കെട്ടിയോളി നമ്മൾ വിളിച്ച എളാപ്പ മൂത്താപ്പാന്ന് തന്നെ, അതുകൊണ്ട് തൊട്ടാന്ന് പറയും. എന്നതുപോലെ ഭർത്താവിന്റെ വാപ്പനെ വാപ്പ എന്നും ഭർത്താവിന്റെ വാപ്പന്റെ വാപ്പനെ വല്ലിപ്പ എന്നും തന്നെയാണ് വിളിക്കുക. അവരെ തൊട്ടാവുന്ന മുറിയില്ല. എന്നാൽ ഭർത്താവിന്റെ ബാപ്പയുടെ ജ്യേഷ്ഠാനുജന്മാരെ വാപ്പ മൂത്താപ്പ എന്ന് വിളിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ തൊട്ടാ മുറി കാണാൻ പറ്റൂല. ഓക്കെ. അസ്സലാമലൈക്കും. അമ്മായിമാരുടെ ജ്യേഷ്ഠത്തിമാരെയും അനിയത്തിമാരെയും വിവാഹബന്ധം കൊണ്ട് നമുക്ക് കെട്ടല് ഹറാമാണല്ലോ. കെട്ടല് ഹറാമായവരെ തൊട്ടാൽ ഒതു മുറിയില്ല എന്ന് പറഞ്ഞപ്പോ അവര് പെട്ടോ? അമ്മായിമാരുടെ ജ്യേഷ്ഠത്തി അനിയത്തിമാര് അവരെ തൊട്ട ഒതു മുറിയോ എന്നാണ് എന്റെ സംശയം. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ മക്കയോ ഉംറക്കോ ഹജ്ജിനോ ഒന്നും പോയി പരിചയമില്ല, ഓരോ ധാരണ മാത്രമാണ് ഉള്ളത്. ഉസ്താദ് പ്രത്യേകം അവർക്ക് പോകാനൊക്കെ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മറ്റു മഹാന്മാരെയൊക്കെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല എളുപ്പമാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യും. ഭാര്യയുടെ ഉമ്മനെ തൊട്ടാൽ വുദു മുറിയില്ല. ഭാര്യയുടെ ഉപ്പാന്റെ ഉമ്മാനെ തൊട്ടാലും വുദു മുറിയില്ല. ഉമ്മാന്റെ ഉമ്മാനെ തൊട്ടാലും വുദു മുറിയില്ല. ഉമ്മമാര് എന്ന പട്ടികയാണ് അവരിൽ. എന്നാൽ ഭാര്യയുടെ ഉമ്മാടെ ജ്യേഷ്ഠത്തി അനുജത്തിമാരെ തൊട്ടാൽ വുദു മുറിയും. കാരണം എന്താ?
അവരെ കെട്ടൽ ഹറാമാന്ന് പറയാൻ ഇവള് ഭാര്യയായിട്ട് നിൽക്കുമ്പോൾ കെട്ടൽ ഹറാമാന്നേ ഉള്ളൂ, ശാശ്വതമായി ഹറാമല്ല. അതേ സമയത്ത് ഭാര്യയുടെ ഉമ്മാന്റെ ഉമ്മ ഭാര്യയുടെ വാപ്പാന്റെ ഉമ്മ പോലത്തെ ഒരു ശാശ്വതമായ ഹറാമ, അവരെ തൊട്ടാ തോന്നിയില്ല. എന്നാൽ ഭാര്യയുടെ ഉമ്മാന്റെ ദേശത്തി അനുജത്തി എന്നിവർ ഭാര്യ നിലനിൽക്കുമ്പോൾ ഹറാമാണെന്നേ ഉള്ളൂ. ഈ ഭാര്യ മരിച്ചു പോവുകയോ അവളെ തൊലാഖ് ചൊല്ലുകയോ ചെയ്താൽ അവളുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയെയോ അനുജത്തിയെയോ കെട്ടൽ ഹലാലാണ്. അപ്പൊ അത് ശാശ്വതമായി ഹറാമായവരല്ല, ഒരുമിച്ച് കൂട്ടൽ ഹറാമായവരാ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അവിടെ തൊട്ടാവ് പറയും. ജ്യേഷ്ഠത്തി അനുജത്തിമാർ ഈ നിയമത്തിൽ ബാധകമല്ല. ഇതിപ്പോ കാര്യമായിട്ട് നിങ്ങൾക്കല്ല ബാധിക്കുക, ഇത് കണ്ണൂർക്കാർക്കാ. മനസ്സിലായില്ലേ? കണ്ണൂർക്കാർക്ക് എന്നോട് ഒന്നും വേണ്ട, ഒരിപ്പോഴും സംശയം ഉണ്ടാകുന്ന ഒരു മസലയാണത്. ഒരു വീട്ടിൽ തന്നെ 3-4 കുടുംബങ്ങൾ താമസിക്കുന്ന തറവാട്ട് വീടുകൾ ഇപ്പോഴും അവിടെ അവിടങ്ങളിലുണ്ട്. ബാക്കി വടക്ക് അങ്ങനെ ജ്യേഷ്ഠത്തിയും ഓല മക്കളും കുട്ടികളും ഒക്കെ ഉണ്ട്, അനുജത്തി അതിന്റെ കുട്ടികളും മക്കളും ഒക്കെ ഉണ്ട്, അതിന്റെ അനുജത്തിയും കുട്ടികളും മക്കളും ഒക്കെ ഒരു വീട്ടിൽ തന്നെ. അതിൽപ്പെട്ട ഏട്ടത്തിന്റെ മോളെ കെട്ടിയ പുരിയാപ്പള, ഈ ഏട്ടത്തി മോളെ കെട്ടിയ പുതിയാപ്പള ഇവളെ സംബന്ധിച്ച് മരുമോനാണ് തൊട്ടവളോറിയെങ്കിലും ഓളെ അഞ്ചത്തി അതേ വീട്ടിൽ തന്നെ ഉണ്ടാകുക. ഈ ഉമ്മാനെക്കാട്ടും ചിലപ്പോൾ സ്നേഹം ഉണ്ടാകുക ഈ അഞ്ചത്തിക്ക് ഇരിക്കും. അങ്ങനെയാണ് നമ്മളൊരു ബന്ധം. പക്ഷേ അവരന്യവണ്ണാണ് തൊട്ടാവോറി. മനസ്സിലായില്ലേ? ഭാര്യയുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തിമാർ സ്നേഹത്തിലും ബന്ധത്തിലും ഒക്കെ തന്നെ ഒരു വീട്ടിലും ഉണ്ടാകുക, വടക്കൊക്കെ അധികവും. പിന്നെ സ്വന്തം വരടുത്ത് പോകുമ്പോഴേ പോകുള്ളൂ, അതുവരെ തറവാട്ടിൽ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാകുക. അപ്പൊ സ്വന്തം അമ്മായിമാരെക്കാട്ടിലും സ്നേഹവും ബന്ധവും ഒക്കെ ഈ ചെറിയ അമ്മായിമാനോടോ വലിയമ്മായിമാനോടോ ഇക്കാരം തന്നെ ഏട്ടത്തി അഞ്ചത്തിമാരോടോ ഇക്കാരം അത് പറഞ്ഞിട്ട് കാര്യമില്ല, തൊട്ടാവ് പോയി. അവരന്യരാണ്. കാരണം ഈ മോള് ഭാര്യയായിട്ട് ഉണ്ടാവുമ്പോൾ മാത്രമേ അവരെ കെട്ടാൻ പാടില്ലുള്ളൂ. ഓള് മരിക്കുകയോ ഓള് തൊലാഖ് ചെയ്താൽ ഏട്ടത്തി അഞ്ചത്തിമാരെ കെട്ടൽ ഹലാലാകും. ഓക്കെ, ഒന്നു ഉള്ള ഒരാളുടെ കയ്യുമ്മലോ കാൽമലോ പിന്നീട് പിന്നോ മറ്റൊന്നോ തട്ടിയിട്ട് അല്ലെ രക്തം അല്പം വന്നു കഴിഞ്ഞാൽ ആ ഒന്നു നഷ്ടപ്പെടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വഅലൈക്കും അസ്സലാം. ഉദു എടുത്ത മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തം വന്നാൽ കുറച്ചാണെങ്കിലും അധികരിച്ചാണെങ്കിലും ആ രക്തം വരൽ കൊണ്ട് ഷാഫി മദ്ഹബ് അനുസരിച്ച് വുദു മുറിയുകയില്ല. ഹനഫി മദ്ഹബിനാണെങ്കിൽ രക്തം കൂടുതലായി ഒലിച്ചാൽ മുറിയും, അല്പം പൊടിഞ്ഞു വന്നത് കൊണ്ട് വുദു മുറിയില്ല. അത് ഹനഫി മദ്ഹബാണ്. ഹനഫി മദ്ഹബിനില്ല. ചോദിക്കുന്ന ആൾ ഹനഫി മദ്ഹബുകാരനാണോ എന്ന് അറിയില്ല. ഹനഫി മദ്ഹബുകാരും ഉണ്ടാവുമല്ലോ. അവർക്ക് വുദു മുറിയൽ രക്തം കുറച്ച് പൊടിയുകയോ കുറഞ്ഞ തോതിൽ വരികയോ ചെയ്തത് കൊണ്ടൊന്നും വുദു മുറിയില്ല. കൂടുതലായി രക്തം ഒലിക്കണം, അതല്ലെങ്കിൽ അധികമായി പുറപ്പെടണം, എന്നാലേ വുദു മുറിയുള്ളൂ. പറഞ്ഞേക്ക് വല്ല സൂചിയോ അതുപോലെ തന്നെ പൊറ്റിയിട്ട് ചെറുതായിട്ടൊക്കെ ചോര പൊടിഞ്ഞിട്ടേ ഉള്ളെങ്കിൽ അതുകൊണ്ട് ഹനഫി മദ്ഹബ് അനുസരിച്ച് തന്നെ മുറിയില്ല. ഷാഫി മദ്ഹബിൽ ഇനിയിപ്പോ എത്ര ചോര ഒഴിച്ചാലും വുദു മുറിയുകയും ഇല്ല. അസ്സലാമലൈക്കും ഉസ്താദെ, ഞാൻ ദമാമിനെ വിളിക്കുന്നത്. ഇപ്പൊ ഏതായാലും അരമണിക്കൂർ കഴിഞ്ഞാൽ ഉംറക്ക് പുറപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് അത് ഉംറ നല്ല രൂപത്തിലും സിയാറത്ത് നല്ല രൂപത്തിൽ നടന്നു വരാൻ നിങ്ങൾ എല്ലാവരും ദ്വാരക്കണം. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ചോദ്യം ചോദിക്കുകയാണ്. ഈ അസർ നിസ്കാരത്തിന് ശേഷം ഉംറക്ക് വരുമ്പോൾ യാത്രയുടെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ പറ്റുമോ, അതോ അസറിന്റെ മുമ്പ് നിസ്കരിക്കണത്, അതോ അസർ ഫർദ് നിസ്കാരത്തിന് ശേഷം പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂല? പിന്നെ അതിനോട് കൂട്ടിയ ഒരു കാര്യം പറയുകയാണ്. ഞാൻ അതുപോലെ തന്നെ നാട്ടിൽ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. നാട്ടിൽ ശനിയാഴ്ച ഞായറാഴ്ച തിരിച്ച് ദമാവിൽ ഇൻഷാ അല്ലാഹ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട് കമ്പനിയുടെ പാസ്പോർട്ട് റീ എൻട്രി അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദ്വാരക്കണം. കാരണം തിരിച്ചു വരുമ്പോൾ റീ എൻട്രി അടിച്ചത് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാരക്കണമെന്ന് അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രയൊക്കെ നല്ല റാഹത്തിലും സലാമത്തിലുമാക്കി തെരുമാറാകട്ടെ. മഖബൂലും മബ്റൂറുമായ ഉംറയും സിയാറത്തും ഒക്കെ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ യാത്രാ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും നീങ്ങി അല്ലാഹു തആല എളുപ്പത്തിൽ റാഹത്തായ നിലക്ക് യാത്ര പോകാനും നാട്ടിലും കുടുംബത്തിലും ഒക്കെ പോയി സന്തോഷമായി ഒരുമിച്ച് കൂടി ഹൈറായ കാര്യത്തിലൊക്കെ നിലനിന്ന് അവസാനം തിരിച്ചു വന്ന് നല്ല നിലക്ക് ജോലിയിൽ തുടരാനും ഒക്കെ അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം
യാത്രയിലും അതുപോലെ തന്നെ മക്ക ഷരീഫിലും മദീന മുനവറയിലും ഒക്കെ എത്തുമ്പം ദുആക്കള കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം ഉണർത്തുകയും ചെയ്യുന്നു. അസർ നിസ്കരിച്ചതിന്റെ ശേഷം യാത്ര പുറപ്പെടുന്ന സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. കാരണം പിന്തിയ സുന്നത്ത്, തീരെ കാരണമില്ലാത്ത സുന്നത്തും ആ സമയത്ത് പാടില്ല എന്ന. അപ്പോ അസർ ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷെ എന്താക്കുക, ഇഹ്റാം ചെയ്യുക. അതല്ലെങ്കിൽ ഇഹ്റാമിന് വേണ്ടിയുള്ള സുന്നത്തായാലും യാത്രന്റെ സുന്നത്തായാലും കാരണം പിന്തിയതായതുകൊണ്ട് അസർ നിസ്കരിച്ചതിന് ശേഷം പാടില്ല. അപ്പോ ആദ്യം തന്നെ അസറിന്റെ നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ എന്താക്കുക, സുന്നത്ത് നിസ്കരിച്ച് ഇഹ്റാം ചെയ്യുക, യാത്രയുടെ സൈറിന് വേണ്ടി ദുആ ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ അസർ നിസ്കരിച്ച ഉടനെ അസറിന്റെ ശേഷം പിന്നെ വേറെ നിസ്കരിക്കാതെ ഇഹ്റാം ചെയ്യുക. യാത്രക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരവും ഇഹ്റാമിന് വേണ്ടിയിട്ടുള്ള നിസ്കാരവും അസർ നിസ്കരിച്ചതിന് ശേഷം പാടില്ല, ഹറാമാണ്. ഓക്കെ. അല്ലാഹു തആല യാത്രയും അതുപോലെ തന്നെ റീഎൻട്രിയുടെ കാര്യം, കുടുംബത്തിൽ പോകുന്നതും നാട്ടിലത്തെ ഒക്കെ കാര്യം അല്ലാഹു തആല സലാമത്തിനും റാഹത്തിനും ആക്കി തരുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദ്വാരന്ന് ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് ഉണർത്തി ആയിക്കോട്ടെ. ഭാര്യയുടെ ഉപ്പ രണ്ടാമത് കെട്ടിയ ആളെ നമുക്ക് തൊട്ടാവുന്ന അറിയോ? ഭാര്യയുടെ ഉപ്പ രണ്ടാമത് കെട്ടിയ ആള് ഭാര്യയെ സംബന്ധിച്ച് ഉമ്മ തന്നെയാണ്, ഉമ്മാന്റെ സ്ഥാനാണ്. പക്ഷേ ആ ഭാര്യയുടെ പിതാവ് മരണപ്പെടുകയോ അദ്ദേഹം ത്വലാഖ് ചൊല്ലുകയോ ചെയ്താൽ ഈ ഭാര്യ നിങ്ങൾക്ക് നിലവിലില്ലാത്ത സമയത്ത് ആ പെണ്ണിനെ കെട്ടുന്നതിന് തടസ്സമില്ല എന്നതുകൊണ്ട് അവര് അന്യ സ്ത്രീയുടെ സ്ഥാനത്ത് തന്നെയാണുള്ളത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ. ഉസ്താദ്, ഒരു ദുആ വസിയത്ത് ചെയ്യാനാണ് മൈക്കെടുത്തത്. ഒപ്പം ഒരു ചോദ്യമുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. 2 കുട്ടികളുണ്ടായി. 2 കുട്ടികളും മരണപ്പെട്ടു. അതിനുശേഷം എന്റെ ഭാര്യക്ക് മാനസികമായ പ്രോബ്ലം ഉണ്ടായിരുന്നു. സൈക്കാട്രിസ്റ്റിന്റെ മരുന്നൊക്കെ കഴിച്ചു. ഇപ്പോ എന്റെ ഭാര്യ മരുന്നൊക്കെ നിർത്തി. അൽഹംദുലില്ലാ. ഇപ്പോ ഗർഭിണിയാണ്. 2 കുട്ടികളുണ്ട്. അസുഖമാവും സ്വാലിഹായ മക്കളാവാനും ഉസ്താദ് ദുആ ചെയ്യണം. ഇനി ചോദ്യം, ഈ കഴിഞ്ഞ ഒരാഴ്ച വരെ എന്റെ ഭാര്യ നിസ്കരിച്ചിരുന്നു. കസാരയിൽ ഇരുന്നൊക്കെ നിസ്കരിച്ചിരുന്നു. സ്റ്റിച്ച് ഇട്ടത് കാരണം ഇപ്പോ വെറും കിടപ്പൻ തന്നെയാണ്, ഫുൾ റെസ്റ്റാണ്, ഒന്നിനും പറ്റുന്നില്ല. അപ്പൊ നിസ്കാരം അതിനെ എങ്ങനെ നിസ്കരിക്കണം? അപ്പോ ഞാൻ പറഞ്ഞു നിസ്കാരം മുടക്കാൻ പറ്റില്ല എന്നാണ് എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞത്. അപ്പൊ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഉസ്താദ് അതിനെ പറ്റിയൊരു വഴി പറഞ്ഞു തരണം. 28-ാം തീയതി ഒരു സ്കാനിങ് ഉണ്ട്, ഈ വരുന്ന വെള്ളിയാഴ്ച. ഉസ്താദ് കാര്യമായിട്ട് ദ്വാരക്കണമെന്ന വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിലാക്കട്ടെ. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ് സുഹൃത്തുക്കളെ. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അവരെ വേണ്ടത്. അതായത് ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടി മരണപ്പെട്ടാൽ, ചെറിയ കുട്ടിയാവുന്ന സമയത്ത് മരണപ്പെട്ട് നമ്മൾ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അത് അവന് നരകത്തെ തൊട്ടുള്ള ഹിജാബാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നരകത്തെ തൊട്ടുള്ള ഹിജാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നരകത്തിൽ കിടക്കാതെ സലാമത്തായി സ്വർഗത്തിലെത്താൻ അത് കാരണമാകും. മശറാവൻസഭയിൽ ചുട്ടുകൊള്ളുന്ന സമയത്ത് വാഹിച്ച് വ്യാകുലപ്പെട്ട് നിൽക്കുമ്പോൾ ഈ ചെറിയ കുഞ്ഞു മക്കളായ സമയത്ത് മരിച്ചാൽ അവര് ആളുകളുടെ ഇടയിൽ തെരഞ്ഞു നടന്ന് അവരുടെ ഉമ്മയെയും വാപ്പയെയും കണ്ട് വെള്ളം കൊടുക്കുന്ന, അതുപോലെ തന്നെ അവരെ സ്വർഗത്തിലേക്ക് ശഫാഅത്ത് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കുട്ടി ചെറുത് മരിച്ചു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ആ സ്ഥിതിക്ക് നിങ്ങൾ 2 കുഞ്ഞുങ്ങൾ മരിച്ചു പോയത് കൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും വലിയ ഭാഗ്യവാന്മാരാണ്, അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. എന്നാലും ഇപ്പോൾ അവർ ഗർഭിണിയാണ്, 2 മക്കളാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് അഷ്റഫുൽ ഖൽഖ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് ജാഹ് കൊണ്ട് മഹാന്മാരായ എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കളുടെയും ബറക്കത്ത് കറാമത്ത് കൊണ്ടും യാതൊരു പ്രയാസത്തിലുമാകാതെ സന്തോഷകരമായ സുഖപ്രസവം അല്ലാഹു തആല സഹോദരിക്ക് നൽകുമാറാകട്ടെ. നല്ല സ്വാലിഹീങ്ങളായ മരിച്ചു പോയതിനെക്കാട്ടിലും ഹൈറായ 2 മക്കളാക്കി അല്ലാഹു തആല അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഹബീബിന്റെ ഹക്ക് കൊണ്ട് മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുൽ ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെയും മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെയും ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസമില്ലാതെ ആ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് നല്ല നിലക്ക് ആ കുട്ടികൾ വളർന്ന് ദുന്യാവിൽ നമ്മൾക്ക് ഉമ്മ വാപ്പമാരെന്ന നിലക്ക് ബഹുമാനിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഫാത്തിഹയും യാസീനും ഓതി ദുആ ചെയ്യുകയും ആഖിറത്തിൽ ഫലം ചെയ്യുകയും ചെയ്യുന്ന സ്വാലിഹായ മക്കളാക്കി അല്ലാഹു തആല വളർത്തി തരുമാറാകട്ടെ. യാതൊരു പ്രയാസവും ഇല്ലാതെ ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതെ പൂർണ്ണ വളർച്ചയെത്തി പ്രസവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞു. ഇരുന്ന് നിസ്കരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്, ബെഡ് റെസ്റ്റിലാണ് എന്നാണ് പറഞ്ഞത്. ഒന്നും പേടിക്കണ്ട, നിസ്കാരം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ബെഡ് റെസ്റ്റിലാവുന്ന ആളുകൾ മലർന്നു കിടന്നുകൊണ്ട് നിസ്കരിച്ചാൽ മതി. കാൽ വെള്ളയും അതുപോലെ തന്നെ മുഖത്തിന് മുമ്പായി തലയണി വെച്ചിട്ട് കാൽ വെള്ള ഖിബിലയുടെ നേരെയാക്കി കുറച്ചുയരമുള്ള തലയണി വെച്ചിട്ട് കിടക്കുക. വുദു ആരെങ്കിലും ഒരാൾ സഹായിച്ചു കൊടുക്കുക. അങ്ങനെ വുദു എടുത്തിട്ട് ആ കിടന്ന കിടപ്പിൽ നിസ്കരിച്ചാൽ മതി. തല കൊണ്ട് കിടന്ന കിടപ്പിൽ തന്നെ റുക്കൂയിലേക്കും സുജൂദിലേക്കും ചെറിയ തോതിൽ ഇഷാറത്ത് ചെയ്താൽ മതി. ഇനി അതിനും പ്രയാസം തോന്നുകയാണെങ്കിൽ കണ്ണുകൊണ്ട് ഇഷാറത്ത് ചെയ്താൽ മതി. പിന്നീട് ആ നിസ്കാരം ഖളാ വീട്ടേണ്ട ആവശ്യവും ഇല്ല. ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇസ്ലാം വളരെ ലഘുവാ. അദ്ദീനു യുസ്റുൻ, ദീൻ വളരെ അനുഷ്ഠിക്കാൻ എളുപ്പമുള്ളതാണ്. ആരെയും ഇസ്ലാം സാധിക്കാത്ത കാര്യം നിർബന്ധിക്കുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ആവതില്ലാത്തൊരു കാര്യം അല്ലാഹു തആല ആരോട് നിർബന്ധിക്കൂല. അപ്പൊ അവര് നിന്ന് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ഇരുന്ന് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കപ്പെട്ട ആ സഹോദരി വുദു എടുക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുക്കുക. എന്നിട്ട് ആ കിടന്ന കിടപ്പിൽ വെച്ച് തന്നെ നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടുക, ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക. അതിനൊന്നും കുഴപ്പമില്ലല്ലോ. റുക്കൂക്ക് പോയാൽ വയ്യാത്തതിന് തല മെല്ലെ ഒന്ന് റുക്കൂയിലേക്ക് അല്ലാഹു അക്ബർ പറഞ്ഞ് തല കുറച്ചൊന്ന് കുനിച്ചിട്ട് റുക്കൂ ചെയ്യുക. എന്നിട്ട് സമയം അല്ലാഹു ലിമൻ ഹമിദഹു വളർന്നിട്ട് സുജൂദിന് വേണ്ടി ഒന്നും കൂടി തല ഉരിക്കുക. ഇനി അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് ചെയ്താൽ മതി. റുക്കൂയിലേക്ക് അല്പം കണ്ണ് താക്കുക, എന്നിട്ട് സമയം അല്ലാഹു ലിമൻ ഹമിദഹു പറഞ്ഞ് കണ്ണുയർത്തുക. വീണ്ടും സുജൂദിലേക്ക് പോകുമ്പോൾ കണ്ണൊന്നുകൂടി നല്ലോണം താഴ്ത്തുക. അങ്ങനെ കണ്ണുകൊണ്ടോ തല കൊണ്ടോ ഇഷാറത്ത് ചെയ്ത് നിസ്കരിച്ചാൽ മതി. ആ നിസ്കാരം സഹിയാകും. തന്നെയല്ല പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടിയും വരില്ല. അല്ലാഹു തആല നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, മനസ്സിന് നല്ല സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ. അല്ലാഹു തആല തിരിച്ചെടുത്ത 2 കുട്ടികൾക്ക് പകരം അതിനേക്കാൾ ഹൈറായ 2 കുട്ടികളെ അല്ലാഹു തആല തന്ന് അത് കണ്ട് സന്തോഷിക്കാനും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമായ മക്കളാകാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആദ്യ അസ്ഹാബിനെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുന്നു. വൈക്കോട്ടെ. ഹലോ, പിന്നെ ഇവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, വാപ്പ കെട്ടിയ എളാമനെ തൊട്ടാൽ വുളു മുറിയുമോ എന്നാണ് ഒരു ചോദ്യം. പിന്നെ മറ്റൊന്നുള്ളത്, നിസ്കാരം സലാം വീട്ടിയതിനു ശേഷം ആള് സുന്നത്തിൽ സംശയം വന്നാൽ എന്ത് ചെയ്യണം? ഈ 2 ചോദ്യമാണുള്ളത്. ഉസ്താദ് എന്നേക്കൂടെ. ബാപ്പട്ടിയാളെമാരെ തൊട്ടാൽ ഒന്നുകൂടിയില്ല. സ്വന്തം ഉമ്മാന്റെ സ്ഥാനം തന്നെയാണ്. ബാപ്പയുടെ ഭാര്യ സ്ഥിരമായി ഉമ്മയുടെ സ്ഥാനത്താണ്. ബാപ്പ മരിച്ചാലും അല്ലെങ്കിൽ ബാപ്പ അവരെ തലാഖ് ചൊല്ലിയാലും മരണം വരെ ആ പെണ്ണ് നിങ്ങൾക്ക് കെട്ടൽ ഹറാമാണ്, കാണൽ ഹലാലാണ്, തൊട്ടാൽ ഒന്നുകൂടിയില്ല. അപ്പൊ ബാപ്പട്ടിയാളേമ സ്വന്തം ഉമ്മാന്റെ സ്ഥാനത്ത് തന്നെയാണ്. മകന്റെ ഭാര്യയും അങ്ങനെ തന്നെ. ബാപ്പാന്റെ ഭാര്യ മകനെ സംബന്ധിച്ച് ഉമ്മാന്റെ അതേ സ്ഥാനത്താണ്. തൊട്ടാവുന്നോറിയില്ല, കാണൽ ഹലാലാണ്, കെട്ടൽ ഹറാമാണ്. മറിച്ച് മകന്റെ ഭാര്യ അങ്ങനെ തന്നെ. മകൻ മരിച്ചാലും വേണ്ടിയില്ല, മകൻ തൊലാഖ് ഇല്ലാലും വേണ്ടിയില്ല, ആ പെൺകുട്ടീനി ഈ ഭർത്താവിന്റെ വാപ്പയെ സംബന്ധിച്ച് മകളെ സ്ഥാനത്താണ്. കാണ തൊട ഒന്നുകൂടിയില്ല. ഓക്കെ, പണ്ടുമായല്ലോ. പിന്നെന്തേനി
നിസ്കാരം സലാം വീട്ടിയതിന് ശേഷം അബ്വാബ് സുന്നത്തിൽ സംശയം വന്നാൽ നല്ലോണം ദിക്റും തസ്ബീഹും ചൊല്ലി ദ്വാരകാണ്ട് കിടപ്പുന്ന സുന്നത്തൊക്കെ ഇരിക്കാം, വേറെ ഒന്നും ചെയ്യണ്ട. ഫർള് തന്നെ സംശയിച്ചാൽ പോലും സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു ഫർളിൽ പോലും സംശയിച്ചാൽ രണ്ടാമത് മടക്കിസ്കരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ടല്ലേ അബ്വാബ് സുന്നത്ത്. സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പൊ മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിനോന്നൊരു സംശയം, അല്ലി അത് മതി, പുറത്തു പോയി സുന്നത്തൊക്കെ ഇരിച്ചാൽ മതി. സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളിക്ക് അങ്ങോട്ട് ഇനി കടക്കാൻ പോകണ്ട. അപ്പൊ അബ്വാബ് സുന്നത്ത് ഏതായാലും വേണ്ട, ഫർളാണെങ്കിൽ തന്നെയും വേണ്ട. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മള് റസൂലുള്ളാഹിന്റെ പേരില്, ഹബീബായ റസൂലുള്ളാഹിന്റെ പേരില് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിപ്പോ ഫാത്തിഹ ഓതുമ്പോ ഇലാഹത്ത് റൂഹി നബീലാന്ന്, അത് റൂഹി നബീലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ തന്നെ വേറെ കാര്യം പറയുന്നത് ദ്വാവസിയത്താണ്. എൻ്റെ ഉമ്മാക്ക് സുഖമില്ല, പല പ്രാവശ്യം ക്ലാസ് റൂമിൽ ദ്വാശന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മാക്ക് സുഖമില്ല ഉള്ള കാര്യം, അതുകൊണ്ട് പ്രത്യേകം ദ്വാശയെന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് റെക്കലേഷൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് ആയുസുള്ളതാണെങ്കിൽ എളുപ്പത്തിൽ ആഫിയത്തുള്ള ശിഫ നൽകുമാറാകട്ടെ. ആയുസ് എത്തിയതാണെങ്കിൽ ബുദ്ധിമുട്ടിലാകാതെ അല്ലാഹു തആല ഹുസ്നുൽ ഖാത്തിമത്ത് കൊടുക്കുമാറാകട്ടെ. ഏതായാലും അല്ലാഹു തആല എളുപ്പത്തിൽ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആലി അസ്ഹാബിന്റെയും മഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് ആയുസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അല്ലാഹു തആല പൂർണ്ണമായ ആഫിയത്തും ഷിഫയും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ആയുസ് എത്തിയതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷമത്തിലും മശക്കത്തിലുമാകാതെ ഹുസ്നുൽ ഖാത്തിമത്ത് കൊടുത്ത് സലാമത്താക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പിന്നെ എന്തേനി ഒരു മസാല വെച്ചിനി, അത് പോയല്ലോ. എന്തേനി മസാല ശരിയേ? ഇയാളത്ത് റൂഹില്ലേ, അത് മറന്നു പോയിന്ന് ചോദ്യം. അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ വയസ്സനായില്ലേ, ചിലപ്പോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ലേ. ഒന്നൊക്കെ ശ്രദ്ധിച്ചാൽ മറ്റേ ശ്രദ്ധ വിട്ടുപോവുകയാണ്. അതാണ് കേട്. അതെ, ഇലാ ഹളറത്ത് റൂഹി റസൂലില്ല, അതൊരു അദബ് കേടാ. ചെയ്യുന്ന ഹറാമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ പറയാതിരിക്കലാണ് ഖൈറ്. എന്താ ഹബീബ് ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെയാണ് പറഞ്ഞാൽ മതിയല്ലോ. റൂഹ് കൂട്ടണ്ട, അതൊരു ഭംഗി കുറവാണ്. ഇതുപോലെ വെച്ചാൽ മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു തങ്ങള് അക്റു യഖൂല സുർതു ഖബറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് സിയാറത്ത് ചെയ്തു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല എന്നായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് എന്ത് പറയണം? വലാകിൻ യഖൂലു സുർതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തു എന്ന് പറയണം എന്നാണ് ഇമാം മാലിക് തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് മഹാന്മാര് വ്യാഖ്യാനിച്ചത്. എന്നതുപോലെ ഇലാ ഹളറത്തി റൂഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണ്ട, മറിച്ച് ഇലാ ഹളറത്തി റസൂലില്ലാഹി അല്ലെങ്കിൽ ഇലാ ഹളറത്തി നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എന്ന് തന്നെ പറഞ്ഞാൽ മതി. അവിടെ റൂഹ് കൂട്ടണ്ട. ഇനി ഒരാൾ കൂട്ടിയത് ഹറാമാന്നൊന്നും പറയുന്നില്ല കേട്ടാ. ഇത് റൂഹ് കൂട്ടൽ ഹറാമാന്ന് പറയുന്നില്ല, പക്ഷെ അത് നല്ലതല്ല. മാലിക് പറഞ്ഞ അതോടെ ഇത് അഖറബു അൻ നഖൂല സുർതു ഖബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്തു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല, അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അതിനെ മഹാന്മാര് വ്യാഖ്യാനിച്ചത് വലാകിൻ യഖൂലു സുർതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സിയാറത്ത് ചെയ്തു എന്നാണ് പറയേണ്ടത്. മാലിക് ഇമാം പറഞ്ഞതിന്റെ അർത്ഥമാണ്. എന്നതുപോലെ ഇലാ ഹളറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാണ് വേണ്ടത്. റൂഹ് ഒന്നാണ്ട് ഒഴിവാക്കിക്കള. ഓക്കെ, അതാ നല്ല രീതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
സ്വന്തം ചോദ്യം നമ്മൾ പിന്നെ ഇമാമ് ചെന്ന് നിസ്കരിക്കുന്ന സമയത്ത് 1-2 റക്അത്ത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള നിസ്കരിക്കുന്ന സമയത്ത് നമ്മള് മുമ്പിലുള്ള ആളുകൾ മറ്റുള്ളവർ വേഗത്തിൽ പോകും. അപ്പൊ നമുക്ക് അതിന്റെ അടുത്തുള്ള ആളുകൾ എണീറ്റ് വയ്ക്കണമെങ്കിൽ നിസ്കാരത്തിൽ തന്നെ ഉറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നതിന് വിധി എന്താണെന്ന്. അതുപോലെ തന്നെ നമ്മള് പിന്നെ ഇമാമുകളുടെ നിസ്കാരം സലാം വീട്ടി കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തപ്പുറത്തൊക്കെ ആളുള്ളതുകൊണ്ട് സ്ഥലം മാറി നിൽക്കാൻ കഴിയില്ല. അത് നമ്മള് പിന്നെ സുന്നത്ത് നിസ്കാരത്തിലേക്ക് കടക്കുകയും പിന്നെ അടുത്തുള്ള ആള് പോയി കഴിഞ്ഞാല് കുറച്ച് നമ്മളെ സുജൂദ് വേറെ വിട്ട് 5 സുജൂദം ഇവിടെ വിട്ടുകൊണ്ട് മാറുന്നത് നല്ലതാണല്ലോ. ആ സുന്നത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പറഞ്ഞോളൂ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നതിന്റെ വിധി എന്താണെന്ന് പറയുന്നുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിന്തി തുടർന്ന വ്യക്തി ബാക്കി നിസ്കാരം പൂർത്തിയാക്കാൻ എഴുന്നേൽക്കുമ്പോഴേക്ക് മുമ്പിലുണ്ടായിരുന്ന സുഫിലുണ്ടായിരുന്ന ആളുകളൊക്കെ ധൃതി പിടിച്ച് പോയിട്ടുണ്ടാവും. അപ്പോ തന്റെയും മുന്നിലുള്ള മറയുടെയും ഇടയിൽ ധാരാളം അകലം വരുന്നത് കൊണ്ട് മറയുള്ള സ്ഥലത്തേക്ക് അല്പം മുന്നോട്ട് മറ്റോ നടന്ന് നിൽക്കുന്നതിന്റെ വിധി അധികരിച്ച പ്രവൃത്തി വരാത്ത നിലക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അല്ല അധികരിച്ച പ്രവൃത്തി വരുന്ന സാഹചര്യമാണെങ്കിൽ അതിന് പോകേണ്ടതില്ല, ആ സ്ഥലത്ത് തന്നെ നിസ്കരിക്കാം. എന്നതുപോലെ തന്നെ മാറി നിൽക്കാൻ കഴിയില്ലെങ്കിൽ അല്പം കുറച്ചെങ്കിലും മാറി നിൽക്കുന്നത് നല്ലതാണ്. അതിന് സാധിക്കൂലെങ്കിൽ അവിടെ തന്നെ നിസ്കരിക്കൽ ഹറാമൊന്നുമില്ല. ഈ മാറി കൊണ്ട് നിസ്കരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നാളെ റബ്ബിന്റെ അടുക്കൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും. അപ്പൊ അതിനു വേണ്ടി കൂടുതൽ സ്ഥലങ്ങൾ മാറി മാറി നിസ്കരിച്ച ആ സ്ഥലമൊക്കെ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയാനുണ്ടാവും എന്നുള്ള ആൾക്ക് മാറിയിരിക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. അതിന് പറ്റുമെങ്കിൽ അത് നല്ല, ഇല്ലെങ്കിൽ അവിടെ തന്നെ നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പറ്റുമെങ്കിൽ മാറി നിൽക്കുക. ഇല്ലെങ്കിൽ പിന്നെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇടക്ക് ദുന്യവ്യാവൽ എന്തെങ്കിലും ഒരു ഹലാലായ കലാമെന്നുകൊണ്ട് വേറിച്ചാലും മതി. ദിക്റും സലാത്തും അല്ലാത്ത ദുന്യവ്യായ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി നിൽക്കുക. അപ്പൊ ഇവിടെ സ്ഥലം ഒഴിവില്ലല്ലോ, ഞാൻ ഇപ്പൊ എന്താ കാട്ടുന്നത്, ഇവിടെ തന്നെ നിസ്കരിക്കേ എന്ന് പറഞ്ഞുകാണ്ട് അവിടെ നിസ്കരിച്ചാലും മതി. അപ്പോഴും ഒരു ഫസ്ല് വരുള്ള സുന്നത്തിനേട്, മനസ്സിലായില്ലേ? മാറി നിൽക്കാൻ കുറച്ചെങ്കിലും പറ്റുമെങ്കിൽ കുറച്ചെങ്കിലും മാറി നിൽക്കുക. അതിന് പറ്റുന്നില്ലെങ്കിൽ ദുന്യവിയായ ഹലാലായ കലാമ് കൊണ്ട് വിട്ടുപിരിക്കൽ നല്ലതാണ് എന്ന്. അപ്പൊ വേറൊന്നും പറയേണ്ടതില്ല, ഇങ്ങനെ പറഞ്ഞോളി. ഓ അപ്പുറം ഇപ്പുറമൊക്കെ ആളാണല്ലോ പഠിച്ചോനെ, ഞാൻ ഇപ്പൊ ഈ ഒടുക്കപ്പൊ മാറി നിൽക്കുക, ഒന്ന് മാറി നിൽക്കാൻ ഒരു സ്ഥലം കാണുന്നില്ലല്ലോ, ഇവിടെ തന്നെ നിൽക്കന്നെ എന്നും പറഞ്ഞാൽ അവിടെ നിന്നാണ് നിസ്കരിച്ചാൽ എന്നാലും ഫസല് വരും. ഒരു ഫസൽ ഉണ്ടായാൽ സുന്നത്ത. ഓക്കെ. ഇവിടെ തന്നെ നമ്മളെ കീശേരി നാട്ടിൽ നിന്ന് കായ് വറുത്തത് കൊണ്ടുവന്ന് അതൊക്കെ തിന്ന് തീർത്തിട്ട് തന്നെ വരുള്ളൂ എന്നാ തോന്നുന്നു. അല്ലാതെ നിസ്കാരമൊക്കെ ഇപ്പൊ കഴിഞ്ഞ് വന്നിട്ട് 3:30 ആയില്ലപ്പോടെ അവിടെ 4:30 കഴിഞ്ഞാണ്. ഇച്ചിരി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്, ഇപ്പൊ വന്നിട്ടുള്ളൂ. ആ കായ് വറുത്തത് മുഴുവനും തിന്ന് കഴിഞ്ഞിട്ട് വരാൻ നിൽക്കേണ്ട കീശിനെ ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ 2 ബാക്കി ഉണ്ടായിക്കോട്ടെ. മനസ്സിലായില്ലേ? കാലിച്ചായും കഴിഞ്ഞ് കാലിക്കടിയും കഴിഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ വണ്ടി വരുന്നു, ബേക്കിലെത്തിയിട്ടുള്ളൂ. ചാടാൻ പറ്റൂല കേട്ടോ, ഭയങ്കര നിയന്ത്രണ, ചാടാൻ പാടില്ലാന്നാ. ഏതായാലും ആയിക്കോട്ടെ, ബാക്കി മുകളിലുള്ളൊരു പേരത്തൊള്ളി നിറയെ കൃഷിക്ക് കിട്ടുള്ളൂ. അതെ, ഇവിടെ ഞാൻ ദുബായില് ഇവിടെ പള്ളിക്കലൊക്കെ നിസ്കരിക്കാൻ പോയി മറ്റാരെങ്കിലും ഉണ്ട് മുന്നോട്ട് അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് നമുക്ക് താല്പര്യം ഇല്ല, അല്ലെ ചിലപ്പോ നമ്മൾ ഒറ്റക്കായിരിക്കും മാമൂമായിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് അവരിൽ അത്ര വിശ്വാസം ഇല്ലെങ്കിൽ അത് തിരസ്കരിക്കാൻ പറ്റുമോ? അതല്ല ഇനിയിപ്പോ വേറെ രീതിയിൽ ഇനിയിപ്പോ നമ്മള് മാമൂമായിട്ട് നിസ്കാരത്തില് ഈ മാമൂമ്മ ചിലപ്പോ അത്തയ്യാത്തിലൊക്കെ ഇരുന്നിട്ട് വിരലിങ്ങനൊക്കെ കുറെ അനക്കിയിട്ട് നമ്മൾ ശ്രദ്ധയിൽ പെട്ടത്. അപ്പൊ ആ നിസ്കാരം നമ്മള് മറിച്ച് നിസ്കരിക്കേണ്ടതുണ്ടോ, അതോടുകൂടി ആ നിസ്കാരം സഹിയായോ ഇല്ലയോ എന്നുള്ള അറിയാൻ. നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ ഇമാമിൽ നിന്നിട്ട് ഉണ്ടായതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ അങ്ങനത്തെ ആഴ്ച തുടരാൻ പാടില്ല. അബോധ്യപ്പെട്ട ഉടനെ അയാളുമായിട്ട് വിട്ടുപിരിയണം. അതില്ലാത്തടത്തോളം തുടരാവുന്നതാണ്. വെല്ലനക്കുന്നത് കറാഹത്താണ്, നിസ്കാരം ബാത്തിലാവുന്നില്ല. ചില ആളുകൾ ഉണ്ടാവില്ല അങ്ങനെ വെല്ലാട്ടി കൊടുക്കുന്നത്, അത് കറാഹത്താണ്, പ്രതിഫലം കുറയും, എന്നാലും നിസ്കാരം ബാത്തിലാവില്ല. നിസ്കാരം ബാത്തിലാവുന്ന വല്ല കാര്യങ്ങളും ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്തരക്കാരോട് തുടരാൻ പാടില്ല. തന്നെയല്ല തുടർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഉടനെ അയാളുമായിട്ട് വിട്ടുപിരിയേണ്ടതുമാണ്.
ബാത്തിലാവുന്ന കാര്യമൊന്നുമല്ല, നമുക്കൊരു നല്ല റാഹത്ത് തോന്നുന്നില്ല, എന്നാലും തുടർച്ച സഹിയാവും. ഓക്കെ. ഹലോ, ആഷിഖ് റസൂല്, ക്ഷമിക്കണം, നേരത്തെ ഞാൻ പറയാൻ വിട്ടതാണ്. ചോദ്യമല്ല, പിന്നെ ഒരാള് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ശക്തിയായ നടുവേദനയായി കിടപ്പിലാണ്. ഉസ്താദിനോടൊന്ന് ദുആ ചെയ്യാൻ പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉസ്താദ് ഒന്ന് ദുആ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഇപ്പൊ പൊതുവെ ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നീരിറക്കത്തിന്റെയും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ചികിത്സ വേണമെങ്കിൽ അതിലേക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാനും റുക്വ ചെയ്യാനും സുജൂദ് ചെയ്യാനും ഒക്കെ പ്രയാസം അനുഭവപ്പെടുമല്ലോ നടുവേദന വരുമ്പോൾ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകി എളുപ്പത്തിൽ ശിഫ നൽകുമാറാകട്ടെ. ബിഹഖ് സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എനിക്ക് വന്നൊരു ചോദ്യമാണ്. പിന്നെ സ്ത്രീകൾക്ക് പീരീഡ് ടൈമില്, വലിയ അശുദ്ധിയുള്ള ടൈമില് ഹദ്ദാദ് ഓതുന്ന സമയത്ത് ഫാത്തിഹവും കൂടെ കൂട്ടി ഓതാൻ പറ്റുമോ എന്നൊരു സംശയം എഴുതി ചോദിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൈള്, നിഫാസ് എന്നീ അശുദ്ധിയുള്ള സമയത്ത് ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തോടു കൂടി ഓതാൻ പാടില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ പതിവായി ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ച്, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, വിർദ് എന്ന നിലക്ക് ദിക്റിന്റെ ഭാഗമായി ഹദ്ദാദിന്റെ തെഹ്രീൽ അവസാനം വരെ ഉള്ളത് വിർദിൽപ്പെട്ടതാണ്. അവസാനത്തെ ആ ഇഖ്ലാസും മഅ്വിദത്തൈനും ഉൾപ്പെടെ. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് വിർദിൽപ്പെട്ടതല്ല. മശായിഖന്മാരുടെ മേലുള്ള ഫാത്തിഹ, അത് അവർക്ക് ഫാത്തിഹ സൂറത്ത് ഓതി അധിയാക്കുക എന്ന നിലക്ക് ഓതുന്നത് തന്നെയാണ്. അത് ഹൈള്, നിഫാസ് എന്നിവ ഉള്ള സമയത്ത് ഓതാൻ പാടുള്ളതല്ല. എന്നാൽ അതിന്റെ വിറുദിന്റെ ഭാഗമായിട്ട് വരുന്ന തുടക്കത്തിലുള്ള ഫാത്തിഹ സൂറത്ത്, ആയത്തുൽ കുർസി, ആമനർ റസൂലു, അവസാനത്തിൽ വരുന്ന ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നിവ ആ ഹദ്ദാദ് റാത്തീബിൽ ഉൾപ്പെട്ട വിറുദുകളാണ്. അപ്പൊ ആ വിറുദായ ദിക്ർ എന്ന നിലക്ക് ചെല്ലാവുന്നതാണ്. അവിടുന്ന് ശേഷമുള്ള ഫാത്തിഹകൾ സാധാരണഗതിയിൽ നമ്മൾ 4 ഫാത്തിഹയാണ് ഓതുക. ബഹുമാനപ്പെട്ട ഉള്ളാത്ത തങ്ങൾ പാപ്പ പതിവാക്കിയിരുന്നത് 5ാമത് ഈ ഹദ്ദാദ് റാത്തീബിന്റെ തരീഖിലുള്ള മശായിഖന്മാരുടെ മേലിൽ ഖാസായ ഒരു ഫാത്തിഹ കൂടി ഓതണം എന്ന് തങ്ങൾ പാപ്പ പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 5 ആ പറയുന്ന ഫാത്തിഹകളൊന്നും ഈ പീരീഡ് സമയത്തോ നിഫാസ് സമയത്തോ ഓതാൻ പാടില്ല. കാരണം അവിടെ വിർദ് എന്ന നിലക്കല്ല, അത് മശായിഖന്മാരുടെ മേൽ ഫാത്തിഹ സൂറത്ത് ഓതി അധിയാക്കുക എന്നുള്ള നിലക്കാ. അപ്പൊ അത് മാത്രം ഒഴിവാക്കിയ ദ്വാർന്നാ മതി. മറ്റുള്ള പതിവായിട്ട് വരുന്ന ഹദ്ദാദിന്റെ തുടക്കത്തിലുള്ള ഫാത്തിഹ, ആയത്തുൽ കുർസി, അതുപോലെ തന്നെ ആമൻ റസൂലു തുടങ്ങിയതും അതിലുള്ള ദിക്റുകളും, അതുപോലെ തന്നെ അവസാനത്തിലുള്ള ആ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും അത് വിർദിന്റെ ഭാഗമാവുന്ന ദിക്റാണ്. ആ ദിക്ർ എന്ന ഉദ്ദേശത്തിൽ അനുവദനീയമാണ്. അപ്പൊ നമ്മളിപ്പോ അങ്ങനെ കാത്തുന്നൊരു കാര്യമില്ല, ആൾക്കാരെ മൈക്കെടുക്കണില്ല, പിന്നെ ഇപ്പൊ നമ്മൾ എടുക്കല്ല നിവൃത്തിയില്ല. സമയം അങ്ങനെ പോവല്ലേ. എനിക്കുള്ള ചോദ്യം ചോദ്യം ഇവിടെ വന്നത് ഞാൻ സ്കെച്ച് ചെയ്യുന്നപ്പോ കണ്ട ചോദ്യം, ചായ കുടിച്ചിട്ടില്ല, അയാൾക്ക് നേരം പോകുന്നുണ്ട്. ഉംറയ്ക്ക് വേണ്ടി നാട്ടിൽ നിന്ന് 15ഉം 17ഉം വയസ്സായ കുട്ടികൾ മഹറമായ ആളോട് കൂടെ വരുന്നത് ശരിയാണോ എന്നാണ് ചോദിച്ചത്. മൈക്ക് വിട്ടു. മൈക്ക് വിട്ടാലും വിട്ടില്ലെങ്കിലും കീശിയെ 16 വയസ്സും 15 വയസ്സും ആയ പിന്നെ കുട്ടിയല്ലല്ലോ.
വലിയ മനുഷ്യന്മാരായില്ലേ. ബുലൂഗായ പിന്നെ കുട്ടി എന്നുള്ള പേരില്ല. പിന്നെ ഉമ്മ കീശേരി ഇപ്പൊ നാട്ടിൽ എന്നാലും കീശേരി അമ്മ ഇപ്പൊ കുട്ടിയെ തന്നെ വിളിക്കുക. ആ കുട്ടി അതുകൊണ്ട് കാര്യമില്ല. ശരീരത്തിൽ കുട്ടി എന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ പെൺകുട്ടികളാണെങ്കിൽ മെൻസസ് തുടങ്ങുകയോ അതല്ലെങ്കിൽ മനിയ് പുറപ്പെടുകയോ അതും അല്ലെങ്കിൽ 15 വയസ്സ് തികയോ ചെയ്താൽ ഈ 3-1 പെണ്ണായി. ആൺകുട്ടിയാണെങ്കിൽ മനിയ് പുറപ്പെടുകയോ 15 വയസ്സ് ആവുകയോ ചെയ്താൽ ആണുമായി. പിന്നെ കുട്ടിയില്ല. അപ്പൊ 15 വയസ്സ് 16 വയസ്സ് എന്നൊക്കെ പറയുന്നത് പ്രായപൂർത്തി എത്തി ചെറിയ കുട്ടിയാണ്. അപ്പൊ ഉമ്മ നമ്മ കുട്ടിയെ തന്നെ വിളിക്കുക. അതുകൊണ്ട് കുട്ടിയല്ലല്ലോ. ആ കോലത്തിന് 15 വയസ്സായ പിന്നെ കുട്ടിയല്ല. ശരീരത്തനുസരിച്ച് പിന്നെ പ്രായപൂർത്തി എത്തിയ പെണ്ണാണ്. അതുകൊണ്ട് തന്നെ മഹറം കൂടെ വേണം. തൊട്ടാൽ ഉതുമുറിയാത്ത ആളുകൾ കൂടെ വേണം. അതല്ലെങ്കിൽ വിശ്വസ്തരായ ഒരു സംഘം സ്ത്രീകൾ ഉണ്ടായാൽ മതി. ഫർളായ ഉംറക്കാണെങ്കിൽ, മനസ്സിലായില്ലേ? ഫർളായ ഉംറക്കാണെങ്കിൽ ഒരു സംഘം വിശ്വസ്തരായ സ്ത്രീകൾ ഉണ്ടായാൽ മതി. ഫർളായ ഉംറയല്ല സുന്നത്താണെങ്കിലോ, സുന്നത്തായ ഉംറയാണെങ്കിൽ എന്തെന്ന് വേണം? മഹറം തന്നെ കൂടെ. ഭർത്താവോ മഹറമോ കൂടെ ഇല്ലാതെ സുന്നത്തായ ഹജ്ജായാലും സുന്നത്തായ ഉംറയായാലും സുന്നത്തായ സിയാറത്തായാലും യാത്ര പോകൽ ഹറാമാവുന്നു. ഒന്നിരിക്കൽ ഭർത്താവ് കൂടെ വേണം, അതല്ലെങ്കിൽ മഹറമോ കൂടെ വേണം. ഫർളായ ഹജ്ജ് ഉംറയാണെങ്കിൽ അതിന് ഭർത്താവോ മഹറമോ ഉണ്ടാകുക, അതല്ലെങ്കിൽ വിശ്വസ്തരായ ഒരു സംഘം സ്ത്രീകൾ ഉണ്ടായാലും മതി. അപ്പൊ ഫർദോ സുന്നത്തോ നോക്കിയിട്ടാണ്. സ്ത്രീകൾ കൂടെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റണമെങ്കിൽ ഫർളായ യാത്രയായിരിക്കണം. സുന്നത്തായ യാത്രക്ക് മഹറം ഭർത്താവോ കൂടെ ഉണ്ടായിരിക്കൽ ഷർത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഒരു ഇതും കൂടി ചോദിക്കാനാണ്. നമ്മള് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് പോയി കഴിഞ്ഞാല് അവിടെ തിക്കിയും അവിടെ തിരക്കുള്ള സമയത്ത് ഞാൻ പല പ്രാവശ്യവും ഒരുപാട് തവണ പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ. പല പ്രാവശ്യവും കേൾക്കുന്നില്ല. പല പ്രാവശ്യം പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കും സലാം പറയുമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ആ തിരക്കിലു നമ്മൾ പോയിട്ട് സലാം പറയുമ്പോൾ അത് അപകടമായി മാറി പോയോ എന്നുള്ളത് പല പ്രാവശ്യവും തോന്നിപ്പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിരക്കിലിങ്ങനെ സലാം പറയുമ്പോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഉസ്താദ് വിവരിക്കണം. അതുപോലെ തന്നെ നമ്മൾ റോദയിൽ നിസ്കരിക്കുമ്പോൾ, റോദ ഷരീഫിൽ അവിടുന്ന് നിസ്കരിക്കുമ്പോൾ അവിടെയും തിരക്കായിരിക്കും ചില സമയം. പിന്നെ പെണ്ണുങ്ങൾക്ക് ഉള്ള സമയം കഴിഞ്ഞാല് അവിടെ ആ മറ നീക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് വല്ല ഇതുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാൻ ഉസ്താദ്. പല പ്രാവശ്യം പോയിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടില്ല. ആ തിരക്കിലൊക്കെ നമ്മൾ പെട്ടുപോയിട്ടുണ്ട് എന്ന് കൂടി അറിയിക്കുന്നു. അപ്പം പല പ്രാവശ്യം ഭയങ്കര വിഷമായിട്ടുണ്ട്. ഇങ്ങനെ അവിടെ പോയിട്ട് ഇങ്ങനെ തെക്കിൽ നമ്മൾ പെട്ടുപോകാൻ അറിയാതെ. കാരണം പല ആളുകളും വേക്കുന്ന ഇങ്ങനെ തെക്കിയിട്ടും അതുപോലെ തന്നെ റോദയിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിഷ്കരിക്കുമ്പോഴൊക്കെ അവിടെയൊക്കെ തിരക്ക് വരാറുണ്ട്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏതാണ് ഖൈർ എന്ന് ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഈ നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ സിയാറത്തിന് പോകുന്നത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോഴാ ഈ വലിയ തിരക്ക് വരിക. ഒന്ന് സമയം നോക്കി, വലിയ തിക്കില്ലാത്ത സമയം നോക്കി ചെയ്യാൻ പറ്റും. രാവിലെ സുബഹിസ്കരിച്ച് സിയാറത്ത് ബഖീലൊക്കെ സിയാറത്ത് കഴിഞ്ഞ് വന്ന് ഒരു 7:30, 7:45, 8 അടുത്താവുമ്പോൾ നിങ്ങൾ ഒന്ന് വന്ന് നോക്കി. അപ്പൊ നല്ല സൗകര്യം ഉണ്ടാവും. ഒരു തുക്കും തിരക്കും ഉണ്ടാവില്ല. നമുക്ക് റാഹത്തായിട്ട് സലാം പറഞ്ഞു പോരാ. അതുപോലെ തന്നെ ഉച്ചക്ക് മുഹ്റിസ്കരിച്ച് കഴിഞ്ഞ് റൂമിലൊക്കെ പോയി ഭക്ഷണം കഴിച്ച് ഒരു 2 മണി 1:45, 2 മണിയാവുമ്പോ വന്ന് നോക്കി. ഒരു തിരക്കും ഉണ്ടാവില്ല. നല്ല റാഹത്തായ സമയമായിരിക്കും. അസറിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ഇറങ്ങാതെ ഒരു 1/4 മണിക്കൂർ താമസിപ്പിച്ച് ഒരു 5 മണിന്റെ ശേഷം 6 മണിന്റെ മുമ്പായിട്ടുള്ള സമയത്ത് വന്ന് നോക്കി നിങ്ങൾക്ക് റാഹത്തായിട്ട് ചെയ്യാം.
ഇങ്ങനെയുള്ള സന്ദർഭം നോക്കി ചെയ്യാൻ നോക്കലാണ് ഏറ്റവും നല്ലത്. എന്നാൽ തിരക്കുള്ള സമയത്ത് ഒച്ചിമ്പിളിയാക്കാതെ മനസ്സിൽ നല്ല ബഹുമാനാദരവുകളോട് കൂടി പോവുകയും അവിടെ നിൽക്കാതെ സലാം പറഞ്ഞ് വേഗം പോവുകയും ചെയ്യുകയാണ് ആ സമയത്ത് വേണ്ടത്. കാരണം നമ്മളെ സൗകര്യം മാത്രമല്ല മറ്റുള്ളവരുടെ സൗകര്യം കൂടി പരിഗണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിക്കുന്ന അദബാണ്. അപ്പൊ അങ്ങനെ ചെന്നാൽ നമ്മൾ ഒച്ചിമ്പിളി ഉണ്ടാക്കാതെ മറ്റുള്ളവരെ തിക്കും തിരക്കും ചെയ്യാതെ അദബോട് കൂടി ചെല്ലുക. വേഗം അവിടെ എത്തി ആ മുവാജഹത്ത് ഷരീഫിൽ എത്തുമ്പം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറഞ്ഞ് വേഗം അപ്പുറത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനും സലാം പറഞ്ഞ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനും സലാം പറഞ്ഞ് പുറത്തിറങ്ങാം. എന്നിട്ട് പുറത്ത് നിന്നിട്ട് നിങ്ങൾ ദ്വാരന്നോളി, തിരക്കില്ലാത്ത സ്ഥലത്ത് ഒഴിഞ്ഞെന്ന് കണ്ട്. അതേ സമയത്ത് അവിടെ നിന്ന് ദ്വാരക്കുമ്പോ തിരക്ക് കഴിയുന്നതും കുറഞ്ഞ സമയം നോക്കിയിട്ട് ചെയ്യുക. സമയം നോക്കി ചെയ്യലാണ് നല്ലത്. അതുപോലെ തന്നെ ആ മറ നീക്കുന്ന സമയത്ത് ഒന്നായിട്ടൊരു കൂക്കുമ്പിളിയായിട്ടുണ്ട് ഒരു ഓടിപ്പാച്ചിൽ, അതൊരിക്കലും വരാൻ പാടില്ല. നമ്മളിപ്പോഴും പേടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ അദബ് കേട് വന്നാൽ നമ്മുടെ ഈമാൻ തന്നെ ഊരപ്പെട്ടു പോകും എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അത്രേ വേണ്ട. കഴിയുന്ന തിരക്ക് കുറഞ്ഞ സമയം ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ആ സമയം മനസ്സിലാക്കി അത്തരം സമയങ്ങളിൽ സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കുകയും തിരക്കുള്ള സമയത്ത് പരമാവധി നമ്മൾ ഒഴിവാക്കുക. അവിടെ അധികം നിൽക്കാതെ വേഗം സലാം പറഞ്ഞ് സ്ഥലം വിട്ട് പുറത്ത് എന്ന് സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് ദ്വാരക്കുക. ഈ രീതിയാണ്. അതുപോലെ തന്നെ അവിടെ ശബ്ദ കോലാഹലം ഉണ്ടായാൽ അദബ് കേട് വരും, ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലാണെന്നുള്ള ബോധവും ഓർമ്മയും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹു തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. ഈ രണ്ട് മനുഷ്യന്മാർക്ക് ഈ വെറുതെ അതൊന്ന് കീശിയ കുറെ നേരമായാലും ഒരു കൈയൊന്നിച്ചോടോ പോയതായിരിക്കും. മെല്ലെ കത്തിരി വെച്ച് തായിറക്കി കളി എന്തെങ്കിലും രണ്ടാമത് പിന്നെ കൈയൊന്നിച്ചോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഒന്നൊരു ചോദ്യം. സുന്നിയായ സ്വന്തം ഉമ്മ ഹയാത്തിലുള്ളപ്പോൾ മുജാഹിദ് ആശയക്കാരിയായ രണ്ടാമത്തെ ഉമ്മാന്റെ അടുത്ത് നിൽക്കാഞ്ഞാൽ തെറ്റുണ്ടോ? മറുപടി പ്രതീക്ഷിക്കുന്നു. സലാമായിക്കോട്ടെ. മനസ്സിലായില്ലല്ലോ. പോയി ആൻദേവിക്ക് ഇച്ചിരി ഉമ്മയുണ്ട്, ഒന്നും രണ്ടും ഒക്കെ. ഉമ്മ രണ്ടെണ്ണം ഉണ്ടാവോ? എനിക്കൂടെ അറിയില്ല, ഞാൻ കണ്ടില്ല. ഉമ്മ ഒന്ന് തന്നെ ഉണ്ടാവുള്ളൂ. അത് പൊട്ടുകൂടി മനസ്സിലായില്ല. സംശയമുണ്ട്. അഥവാ നമ്മുടെ നാട്ടിൽ ഒരു വാഹനം നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു കടയിൽ പോയിട്ട് അവർ പറയാണ് ഈ വാഹനത്തിന് 7 അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ട്, ഇത് അടവായിട്ട് തരികയാണെങ്കിൽ 1.40 അല്ലെങ്കിൽ 1.30 അടക്കണം എന്ന് പറഞ്ഞു. അത് ബാങ്കിൽ അടച്ചാലും മതി എന്ന് പറഞ്ഞാണ്ട് ആ വണ്ടി എടുത്താല്, കാരണം ആ വണ്ടിക്ക് ഒരു വില പറയുകയാണ്, നിങ്ങൾ കറക്റ്റ് തരുകയാണെങ്കിൽ 1 ലക്ഷം തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു 1.20 അല്ലെങ്കിൽ 1.30 തന്നെ അത് നിങ്ങൾ ബാങ്കിൽ വെച്ചിട്ട് അടച്ചിട്ട് തന്നാൽ മതി. ഇത് പലിശ ആവുമോ അല്ലേ എന്നുള്ളത്. കാരണം അതിന് വില പറയുന്നുണ്ട് ഇത് 1.40 ആവട്ടോ അടവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കറക്റ്റ് തരുമെന്ന് പറഞ്ഞാൽ അത് പലിശ ആവോ ഇല്ലേ എന്നുള്ള ചെറിയ സംശയം ആയിക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ വെറുതെ ചോദിച്ചതാണെന്ന് അറിയാം. നാട്ടിൽ ഇന്ത്യയിൽ പലിശ ഇല്ലാത്ത ബാങ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കേട്ടിട്ടില്ല. ഏതിടപാട് ബാങ്ക് മുഖേന നമ്മൾ അടവ് കൊടുക്കുകയാണെങ്കിലും അതിന് പലിശ ഉണ്ടാവും. അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ വെറുതെ സമയം പാഴാക്കുക എന്നുള്ളതാണ്. പലിശ വരാത്ത ഇസ്ലാമിക ബാങ്കൊന്നും നമ്മളെ നാട്ടിൽ ഇതുവരെ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നിട്ടില്ല. നാട്ടിലുള്ള ബാങ്കുകളിലൊക്കെ പലിശ ബാങ്ക് തന്നെയാണ്. ചെറുപ്പ് ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, സംശയമാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല, ഉറപ്പാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല. അതേ സമയത്ത് സലാം വീട്ടിയ ഉടനെ ഓർമ്മ വന്നാൽ
സേവിന്റെ സുജൂദ് ചെയ്ത് രണ്ടാമത് സലാം വീട്ടാവുന്നതാണ്, ഉറപ്പാണെങ്കിൽ. കുറെ കഴിഞ്ഞാൽ പിന്നെ സാരാക്കേണ്ടതില്ല. നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ വരാതിരിക്കുക, ഇടവേള അധികരിക്കാതിരിക്കുക, ആ നിലക്ക് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഓർമ്മ വന്നു, ഉദാഹരണം കുനു തോന്നിയിട്ടില്ല ഇനി, അല്ലെങ്കിൽ ഇടയിലത്തെ തോന്നിയിട്ടില്ല ഇനി എന്ന് ഉറപ്പ് വന്നാൽ, സലാം വീട്ടിക്കഴിഞ്ഞ ഉടനെ ഓർമ്മ വന്നാൽ സലാം വീട്ടിക്കഴിഞ്ഞാലും ഉടനെ രണ്ട് സേവിന്റെ സുജൂദ് ചെയ്ത് വീണ്ടും സലാം വീട്ടുക. അപ്പോ അബൂദ് സുന്നത്ത് ഒഴിവാക്കിയതുപോലെ ഈ സലാം വീട്ടിയും മറ്റൊരു സഹുവാണെന്ന് വരുള്ളൂ, അതിനു വേണ്ടിയിട്ട് ഒറ്റ സുജൂദ് ചെയ്താൽ മതി. ഓക്കെ. നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം, പാപ്പാന്റെ രണ്ടാമത്തെ ഭാര്യ, അതാ ഞാൻ ചോദിച്ചത്. മണ്ടാനുമ്മ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഭാര്യ വാപ്പാടെ. മാഷാ അല്ലാഹ് മൈക്കൂട്ടു. ബാപ്പയുടെ രണ്ടാമത്തെ ഭാര്യ ഉമ്മാന്റെ സ്ഥാനത്ത് തന്നെയാണ്. അത് ഉമ്മാന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് ആയിപ്പെട്ട ഒരാൾ എന്താണെന്ന് പറഞ്ഞ്, ഒരാൾ സുന്നിയല്ല, മറ്റേയാൾ സുന്നിയാണ്. അപ്പൊ തന്റെ ഈമാനെ പേടിച്ചിട്ട് സുന്നിയായ ആളടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? രണ്ടാനുമ്മ സുന്നിയാണ്, ഒന്നാനുമ്മ സുന്നിയല്ല. എന്നാല് ആ ഉമ്മാന്റെ അടുത്ത് നിന്നാൽ നമ്മൾ വിശ്വാസം പഴിച്ചു പോകും എന്ന് കണ്ടാൽ അവിടെ നിന്നോളൊന്നും വുജൂബില്ല. കാരണം ഉമ്മാക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കണം, അത് കാഫറാണെങ്കിലും ചെയ്തു കൊടുക്കണം. പക്ഷെ അവരുടെ കൂടെ നിന്നാൽ നമ്മുടെ വിശ്വാസത്തിന് തകരാറ് വരും എന്ന് കണ്ടാൽ, വിശ്വാസമാണല്ലോ ലോകത്തെ ഏറ്റവും വലുത്, അത് സംരക്ഷിക്കാൻ വേണ്ടത് ചെയ്യേണ്ടതാണ്. ചോദ്യം കൂടി ഉണ്ട്. പിന്നെ ഈ റൗളയുടെയും മിമ്പറിന്റെ ഇടയിൽ നിന്ന് നിസ്കരിക്കൽ വളരെ പുണ്യമുള്ള കാര്യമെന്ന് പറഞ്ഞല്ലോ, അവിടെ സ്ത്രീകൾക്ക് സുന്നത്തുണ്ടോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. പുരുഷന്മാർക്ക് മാത്രം അവിടെ അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ, സ്ത്രീകൾക്ക് സുന്നത്തുണ്ടോ അവിടെ നിസ്കരിക്കല് എന്ന ചോദ്യം ഞാൻ വൈക്ക് വിട്ടു. അത് ഇവിടുത്തെ രാജാത്തിക്കും കൂടി കിട്ടാത്ത ഭാഗ്യാണ്. സുന്നത്ത് ചെയ്യാന്ന് ഏതായാലും ഉറപ്പ്, അതിന്റെ പുറമെ ആ പൂതി വെച്ചിട്ട് കാര്യമില്ല, മനസ്സിലിരിക്കട്ടെ. ഒരിക്കലും ആ സ്ഥലത്തേക്ക് അടുക്കാൻ ഒരു സമയത്തും സ്ത്രീകൾക്ക് സൗകര്യപ്പെടുകയില്ല. അതിനുള്ള സംവിധാനം ഗവൺമെന്റ് ഇന്ന് വരെ ഒരുക്കിയിട്ടില്ല. മിമ്പറയുടെയും ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹ താമസിച്ചിരുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ റൂമിന്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞ സ്ഥലേ ഉള്ളൂ. ആ സ്ഥലം ആണ് റൗബത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞത്. അവിടെ സ്ത്രീകൾക്ക് എത്തിപ്പെടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ യാതൊരു സാധ്യതയും ഇല്ല. അതേസമയത്ത് പഴയ പള്ളിന്റെ കുറച്ച് ഭാഗത്തേക്ക് അവർക്ക് വരാൻ കഴിയും. അതൊക്കെ റൗദയാണെന്നൊന്നും പറയാൻ പറ്റൂല. അത് പഴയ പള്ളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന പള്ളി എന്നുള്ള ആൾക്കൊരു ബർക്കത്തുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് സൗകര്യപ്പെട്ടാൽ തഹിയ്യത്തിനൊക്കെ അവിടെ നിസ്കരിക്കാവുന്നതാണ് അവർക്കും. അല്ലാതെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോവുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു സാഹചര്യത്തിലും സുന്നത്തുള്ളതല്ല. മനസ്സിലായില്ലേ? അത് മദീനത്തെ പള്ളിയിൽ നിന്നല്ല, ലക്ഷം പുണ്യം കിട്ടുന്ന മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ വരെ നിസ്കരിക്കാൻ വേണ്ടി പോകല്ല അവർക്ക് സുന്നത്തില്ല. പക്ഷേ തവാഫിന് പോയി സമയത്ത് നിസ്കരിക്കേണ്ട സാഹചര്യം വന്നാൽ നിസ്കരിക്കാന്നുള്ള അല്ലാതെ എന്നതുപോലെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്തിന് വന്നതാണ്. ആ സിയാറത്തിന് വന്ന സമയത്ത് ആ പുണ്യപ്പെട്ട സ്ഥലത്ത് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ ബർക്കത്തിന് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക ഒക്കെ ചെയ്യാം. അസ്സലാമു അലൈക്കും. വിവാഹമോചനം നേടിയ സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കുന്ന കാര്യത്തിൽ സ്ത്രീകൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വിട്ടുവീഴ്ചയുണ്ട്? ഇപ്പോഴത്തെ കോടതി വിധികളൊക്കെ ചെലവിന് കൊടുക്കണം എന്ന അഭിപ്രായം കോടതി വിധികളെ കൂടുതലും വരുന്നത്. ഭർത്താവ് ചെലവിന് കൊടുക്കേണ്ടി വരും. സ്ത്രീയുടെ സമ്പത്ത് അടിസ്ഥാനമാക്കിയാണോ അത്? അസ്സലാമു അലൈക്കും. ഒരു സ്ത്രീയെ ഭർത്താവ് തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ
2 തൊലാക്ക് ചൊല്ലിയാൽ ഇദ്ദയുടെ കാലം അഥവാ 3 ശുദ്ധിയുടെ കാലം വരെ അവർക്ക് വേണ്ട സംരക്ഷണ ചെലവ് കൊടുക്കേണ്ട കടമ ഭർത്താവിനുണ്ട്. താമസം, ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഇദ്ദയുടെ കാലാവധിയാവുന്ന 3 ശുദ്ധിയുടെ കാലം വരെ കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമുണ്ട്. എന്നാൽ 3 ചൊല്ലിയതാണെങ്കിൽ അവിടെ താമസ സൗകര്യം മാത്രം കൊടുക്കേണ്ട ബാധ്യതയേ ഉള്ളൂ. ഇദ്ദയുടെ കാലം വരെ ഭക്ഷണ സൗകര്യം കൊടുക്കേണ്ട കടമ ഇല്ല. ഏതായാലും ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം തൊലാഖ് ചൊല്ലിയ ഒരു ഭർത്താവ് നേരത്തെ ഭാര്യയായിരുന്ന പെണ്ണ്, അവൾ കഴിവുള്ളവളാവട്ടെ കഴിവില്ലാത്തവളാവട്ടെ, അവൾക്ക് ചെലവിന് കൊടുക്കേണ്ടതോ താമസ സൗകര്യം കൊടുക്കേണ്ടതോ ആയ യാതൊരു ബാധ്യതയും ഇസ്ലാം ശരീഅത്തിലില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഓരോരുത്തർ എഴുതിയുണ്ടാക്കുന്ന നിയമങ്ങൾ അതൊന്നും ഇസ്ലാമിക നിയമമല്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ ചിലപ്പോൾ കോടതിയിൽ പോയാൽ കിട്ടും, പക്ഷെ അത് ഹറാമ് തിന്നാണ്. ചിലപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്നാൽ അത് ഹക്കില്ലാത്തത് വാങ്ങി തിന്നതിന്റെ പേരിൽ അവര് അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാകും. നമ്മളത് കൊടുക്കാൻ ഇസ്ലാം ശരീഅത്തനുസരിച്ച് നിയമമില്ല. പൊരുത്തപ്പെട്ട് കൊടുത്താൽ അവർക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ കടമക്കാരല്ല. അത് ഇസ്ലാമിന്റെ നിയമം അല്ല അവിടെ പറയുന്നത്, മനസ്സിലായില്ലേ? അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എഴുതി ഉണ്ടാക്കുന്ന ഓരോരുത്തർക്ക് തോന്നുന്നത് എഴുതി ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. അതൊന്നും ഇസ്ലാമിന്റെ നിയമപ്രകാരം ഇദ്ദയുടെ കാലാവധി കഴിയുന്നത് വരെ 1 or 2 തൊലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീക്ക് ചെലവിന് കൊടുക്കണം. 3 ചൊല്ലിയവൾക്ക് ചെലവിനില്ല. പക്ഷെ താമസം ഇദ്ദയുടെ കാലം വരെ കൊടുക്കണം. ഇദ്ദയുടെ കാലം കഴിഞ്ഞാൽ മുൻ ഭർത്താവ് മുൻ ഭാര്യക്ക് ഒരു ബാധ്യതയുമില്ല. അവർ കഴിവുള്ളതായാലും ഇല്ല, കഴിവില്ലാത്തവരായാലും ഇല്ല. ഖുർആൻ ഓതുമ്പോൾ റസൂൽ സല്ലല്ലാഹു പേര് കേട്ടാല് ആ ആയത്ത് മുഴുവനാക്കിയിട്ടാണോ സലാത്ത് ചെല്ലേണ്ടത്, അതോ കേട്ട പാടെ തന്നെ സലാത്ത് ചെല്ലലാണോ? ഉസ്താദ് വിവരിക്കാൻ. അസ്സലാമു അലൈക്കും. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഖുർആനിൽ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ പേരുകൾ വന്നാൽ സ്വലാത്തും സലാമും ചെല്ലൽ പ്രത്യേകം സുന്നത്തുള്ളതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പരിചയബന്ധമായ ഒരു ചോദ്യമാണ്. ഒരാളൊരു കാർ എടുത്ത് 1 ലക്ഷം 1.5 ലക്ഷം കൊടുത്ത് ഒരു കാർ എടുത്ത് 3 ലക്ഷം അടവിട്ട്, പക്ഷെ ആള് വണ്ടി എടുത്തുള്ള വേറെ ആളെ പേരിലാണ്. അടവ് ക്ലോസ് ചെയ്യാൻ വേണ്ടി കാശ് തരാന്ന് പറഞ്ഞപ്പോൾ ആളാണ് ക്ലോസ് ചെയ്യാന്നാണ് പറഞ്ഞു. എന്താ ചോദിച്ചപ്പോ പലിശ ഇടപാട് നിങ്ങൾ ഏൽക്കോ ചോദിച്ചപ്പോ ഞാൻ ഏൽക്കൂല പറഞ്ഞപ്പോ അപ്പൊ ആള് പറഞ്ഞു ഞാൻ ഏറ്റോളാം. ഒന്നും തിരിയണില്ല. തങ്ങളെ മൈക്ക് വല്ലാതെ കട്ട് 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 വരികയാണ്. ഒന്നും മനസ്സിലാണില്ല. എൻ്റെ ഒരു ചോദ്യം കൂടി ഉസ്താദേ, പിന്നെ ചോദിക്കുന്നതിന് മോൾക്ക് പി എം മുട്ടാൻ. എൻ്റെ നാട്ടിലെ ഒരാളോട് ചോദിച്ചോട്ടെ, എൻ്റെ ചോദ്യമല്ല. എൻ്റെ നാട്ടിലെ ഒരു മുസ്ലിം സംഘടന ഒരു ബോർഡ് വെച്ചു. അതിൽ പള്ളിയിലേക്ക് ഇന്ന വഴി ഇത്ര ദൂരം, അമ്പലത്തിലേക്ക് ഇന്ന വഴി ഇത്ര ദൂരം തുടങ്ങിയവ ആണ് ഉള്ളത്. ഇപ്പോൾ പ്രവർത്തകർക്കിടയിൽ അമ്പലത്തിലേക്കുള്ള വഴികാട്ടി വെച്ചത് ശരിയായില്ല എന്ന സംസാരം വന്നിരിക്കുന്നു. ഇത് ഇസ്ലാമികമായി തെറ്റാവുമോ എന്നാണ് ചോദ്യം. മൈക്കൂട്ടു. ഞങ്ങളവിടെ അമ്പലത്തേക്ക് എന്ന് വെച്ചിട്ടില്ലെങ്കിലും കീശേരിക്ക് 5 കിലോമീറ്റർ നിന്ന് ബോർഡ് വെച്ചിരുന്നു ഒരുത്തിയില്. അപ്പൊ അതും ഇസ്ലാമികമായിട്ട് ഇപ്പൊ എന്തായിരിക്കും അതിന്റെ കണക്ക്? പള്ളിയിലേക്ക് ഇത്ര, മോങ്ങത്തേക്ക് ഇത്ര ദൂരം, കീശിയിലേക്ക് ഇത്ര ദൂരം എന്നൊക്കെ വെച്ചാണ്. അതൊന്നും ഇപ്പൊ ഇസ്ലാമിലെ ഹലാലും ഹറാമും നോക്കിയിട്ടല്ല. വഴിയടയാളം, നാട്ടക്കുറികൾ എന്ന നിലക്ക് വഴിയടയാളങ്ങൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഹറാമ് വരേണ്ട ആവശ്യമൊന്നുമില്ല.
അവിടെ എല്ലാ ജാതിക്കാരും, നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, എല്ലാ ജാതിക്കാരും ഇടകലർന്ന് സൗഹാർദ്ദപൂർവ്വം ജീവിക്കുന്നവരായത് കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി അമ്പലത്തിക്ക് എന്ന് പറയല്ല. ഒരാൾ വഴി അറിയാത്ത ഒരാൾ വഴി ചോദിച്ചാൽ ആ വഴി കാണിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അമ്പലത്തിന്റെ അടുത്തുണ്ടാവും പോക്കുരാജി ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ മുഹമ്മദ് ബാഖവി ഒരു അമ്പലത്തിന്റെ അടുത്താണ്. പിന്നെ ഒരാള് വന്നിട്ട് ആരോ പറഞ്ഞ് ഇന്ന ആ അമ്പലത്തിന്റെ അടുത്താണ്. അപ്പൊ അയാൾ ചോദിക്കുക മുഹമ്മദ് ബാഖവി എന്ന് ചോദിച്ചാൽ അയാൾക്ക് അറിയില്ല. അയാൾ പറയുന്നത് എന്താണ്? അപ്പൊ ആ ക്ഷേത്രത്തിലേക്കുള്ള വഴി ഏതാണ് ചോദിച്ചു. അപ്പൊ ഇയാളിപ്പോ പൂജയ്ക്ക് പോവുക എന്നായിക്കോളുന്നില്ലല്ലോ. അതിന്റെ അടുത്താണെന്ന് പറഞ്ഞിട്ട് അതിന്റെ അടുത്തെത്തി ആ സ്ഥലം കണ്ടുപിടിച്ചാൽ പിന്നെ ഇയാളെ പേര് അവിടെ അടുത്തുനിന്ന് ആരോട് ചോദിച്ചാലും കിട്ടൂലേ? ഇങ്ങനെയും വരൂലേ? ഈ ദോഷൈക ദുർക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഈ വേണ്ടാത്തത് മാത്രം കാണുന്ന, അത് അത്രയൊന്നും അല്ല. അതിലിപ്പോ എന്താക്കുക, നിങ്ങൾ അമ്പലത്തിൽ പോയിക്കൊള്ളണം പൂജ ചെയ്തോളണം എന്നൊന്നും ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥമല്ല. ഒരു സ്ഥലത്തേക്ക് നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾക്ക് വഴി അറിയേണ്ട ഒരു സ്ഥലത്തേക്കുള്ള വഴി കാണിച്ചു എന്നേ ഉള്ളൂ. അത്രേ അതിലൊക്കെ പറയേണ്ടതുള്ളൂ. സമയം ബാങ്ക് കൊടുക്കാനായതുകൊണ്ട് നിർത്തുകയാണ്. കുറച്ചു നേരത്തെ തന്നെ നിർത്തണമെന്ന് കരുതിയതായിരുന്നു. സമയം വളരെ താമസിച്ചു പോയി. തന്നെയല്ല ഇന്നലത്തെ ഹദീസിനെ പറ്റി പറയണമെന്നും കരുതിയിരുന്നു. അതിന് നാളെ നേരത്തെ പറയാം ഇൻഷാ അല്ലാഹ്. ഏത് അപ്പൊ നമ്മളെ ഫിഖ്ഹിന്റെ ഭാഗം അല്ലെങ്കിലും ഉയസ്ഥാനം തൊട്ടാൽ വുദു മുറിയും ഇല്ല എന്ന് പറയുന്ന ബുസ്റത്ത് റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസും തുർഖ് ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു ഹദീസും അതുപോലെ തന്നെ സ്ത്രീകളെ തൊട്ടാൽ വുദു മുറിയോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഇൻഷാ അല്ലാഹ് നാളെ വ്യാഴാഴ്ചയാണല്ലേ, ശനിയാഴ്ച കാണാം. നാളെ ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്, ശനിയാഴ്ച കാണാം. അപ്പൊ നോക്കാം. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. നല്ലത് പറയാനും നല്ല